ഹരിയും ഒരു വ്യക്തിയുടെ നിലനിൽപ്പിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ പ്രയത്നമുണ്ടാകും. ഒരു വലിയ പരമ്പരയുടെ തുടർച്ച മാത്രമാണ് നമ്മൾ ഓരോരുത്തരും. ആ പരമ്പരയിൽ നിന്നാണ് നമുക്കുള്ളതെല്ലാം നമുക്ക് ലഭിക്കുന്നത്. അപ്പം നമ്മുടെ ദേഹം അത് നമുക്ക് ആ പരമ്പരയുടെ ഭിക്ഷയായിട്ട് ലഭിച്ചിട്ടുള്ളതാണ്, അവരുടെ അനുഗ്രഹമായി ലഭിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഘടന എങ്ങനെയാണ്, ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, ഉയരം എത്രയായിരിക്കും, ത്വക്കിൻ്റെ നിറം എങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പൈതൃകമായി ലഭിച്ചിട്ടുള്ളതാണ്. അതുപോലെ നമ്മുടെ പേര്, കുലത്തിൻ്റെ പേര്, ആ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് ലഭിക്കുന്നത് പൈതൃകമായിട്ടാണ്. അതുപോലെ ഭൗതികമായ സമ്പത്ത് നമുക്ക് ലഭിക്കാം, പറമ്പോ വീടോ അങ്ങനെ പലതും നമുക്ക് പൂർവികരിൽ നിന്നും ലഭിക്കാം. പിന്നെ മാനസികമായ ശേഷി നമുക്ക് പൂർവികരിൽ നിന്നും ലഭിക്കാം. ചില കഴിവുകളൊക്കെ ജന്മസിദ്ധമായി കിട്ടുന്നത് പൂർവികരുടെ അനുഗ്രഹം കൊണ്ടാണ്. അങ്ങനെ ഒരു വലിയ പൈതൃകം നമുക്ക് അവരിൽ നിന്നും ലഭിക്കുന്നു. അത് തന്നെയാണ് നമ്മളെ നമ്മളാക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന അതിസൂക്ഷ്മമായ ഒരു പൈതൃകവും ഉണ്ട്. അതാണ് ഉപാസനയുടെ പൈതൃകം. അതായത് ഒരു കുലത്തിൻ്റെ ഉദ്ഭവത്തിന് ഒരു കാരണമുണ്ടെന്ന് മനസ്സിലാക്കിയ നമ്മുടെ പൂർവികർ ആ കാരണശക്തിയെ ഉപാസിച്ചു. നമ്മുടെ കുലത്തിൻ്റെ ഉദ്ഭവവും നിലനിൽപ്പും അഭിവൃദ്ധിയും ഈ ശക്തിയാണ് നടത്തുന്നത് എന്ന ബോധത്തോടെ ആ ശക്തിയെ അവർ അവരുടേതായ രീതിയിൽ ഉപാസിച്ചു. ആ ഉപാസനയെ അവർ അടുത്ത തലമുറയ്ക്ക് കൈമാറി. അങ്ങനെ അത് പരമ്പരയാ നിലനിന്നു. ആ ഉപാസനയിൽ പല പ്രകാരത്തിലുള്ള ഭേദങ്ങൾ കാണാം. ഉപാസിക്കുന്ന ശക്തിക്ക് അവരൊരു ഭാവം കൽപ്പിക്കും. ആ ഭാവത്തിൽ തന്നെ ഭേദമുണ്ടാവും. അത് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ആ ഭാവം ഉണ്ടാവുന്നത്. അപ്പോൾ മാതൃഭാവത്തിൽ ഉപാസന നടത്താം, ശാസ്താഭാവത്തിൽ ഉപാസന നടത്താം, നാഗങ്ങളുടെ ഭാവത്തിൽ ഉപാസന നടത്താം. ഇങ്ങനെ പല രീതിയിൽ ഉപാസനകൾ നടക്കും. അപ്പോൾ കുലദേവതയ്ക്ക് അതിനനുസരിച്ചുള്ള ഭേദം വന്നു. അങ്ങനെ അവർ നടത്തുന്ന ഉപാസനയുടെ രീതിയിലും വ്യത്യാസമുണ്ട്. അപ്പോൾ അമ്മയെ ഉപാസിക്കുന്നവർ തന്നെ പല രീതിയിൽ ഉപാസിച്ചിരുന്നു. രൂപമൊന്നുമില്ലാതെ സൂക്ഷ്മമായ സങ്കല്പമായി ഉപാസിച്ചിരുന്നു. ഒരു പീഠം വെച്ച് അതിൽ ഉപാസന നടത്തിയിരുന്നു. അതല്ലെങ്കിൽ ഒരു ശില വെച്ച് തറ കെട്ടി അവിടെ ഉപാസന നടത്തിയിരുന്നു. അതല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന് മുഴുവൻ കേന്ദ്രത്തിൽ ഒരു ക്ഷേത്രം പ്രതിഷ്ഠിച്ച് അവിടെ ഉപാസന നടത്തിയിരുന്നു. ഇങ്ങനെ പല രീതിയിലാണ് അവർ ഉപാസന നടത്തിയത്. ആ ഉപാസന അവർ അവരുടെ കുലത്തിൻ്റെ അഭിവൃദ്ധിയുടെ കാരണമായി മനസ്സിലാക്കി. കുലത്തിൻ്റെ അഭിവൃദ്ധി എന്നും ഇതുപോലെ തന്നെ തുടരണമെന്ന ബോധത്തോടെ, ഇച്ഛയോടെ അത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കും. അങ്ങനെ തലമുറയായി അത് കൈമാറ്റം ചെയ്യപ്പെട്ടു. കുറേ കാലം അത് നിലനിന്നിരുന്നു. എന്നാൽ കാലത്തിൻ്റെ വേഗതയിൽ ആൾക്കാർ സ്വക്ഷേത്രം വിട്ടു പോകാൻ തുടങ്ങി. സ്വക്ഷേത്രം എന്ന് പറയുമ്പോൾ അവർ താമസിക്കുന്നിടം, അവരുടെ മൂലസ്ഥാനത്ത് നിന്നും അവർ മാറി താമസിക്കാൻ തുടങ്ങി. അണുകുടുംബങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. പണ്ടൊക്കെ വലിയൊരു കുടുംബമായിരുന്നു. അങ്ങനെ പലരും പല ദിക്കിലേക്കും പോയപ്പോൾ ഈ ഉപാസന ക്രമേണ പലർക്കും നഷ്ടമായി. ഇത് നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുന്നവരും ഇന്നുണ്ട്. എന്നാൽ വലിയൊരു വിഭാഗത്തിനും ഈ ഉപാസന നഷ്ടമായി. അവരെവിടെ നിന്ന് വന്നതാണെന്ന് പോലും തിരിച്ചറിയാത്ത വിധം കാലം അവരെ സ്വാധീനിച്ചു കഴിഞ്ഞു. എന്നാൽ ഇങ്ങനെ ഒരു ഉപാസനയുണ്ടായിരുന്നുവെന്ന് കേൾക്കുമ്പോൾ പലർക്കും ആ ഉപാസന എന്തായിരുന്നുവെന്നറിയാനും ആ ശക്തിയെ കണ്ടുപിടിക്കാനുമൊക്കെ തോന്നലുണ്ടാകും. അതിനായി പലരും ശ്രമിച്ചെന്ന് വരും. കാരണം നമ്മുടെ നിലനിൽപ്പിന് തന്നെ കാരണമായിട്ടുള്ള ശക്തിയാണ് ആ ദേവത. അപ്പം നമ്മുടെ രക്ഷക ഭാവത്തിൽ നിൽക്കുന്ന ശക്തിയാണ്. അപ്പോൾ സദാ നമ്മൾ ഭജിക്കേണ്ട ശക്തിയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉപാസന എന്താണെന്ന് കണ്ടെത്താൻ നമ്മളിൽ പലരും ശ്രമിക്കും. ചിലർക്കൊക്കെ എങ്ങനെയൊക്കെയോ അത് കണ്ടെത്താൻ സാധിച്ചു എന്ന് വരും. എന്നാൽ പലർക്കും ആ ഭാഗ്യമുണ്ടാവില്ല. അപ്പോൾ ഉപാസന എങ്ങനെയായിരുന്നുവെന്നറിയാതെ, ഏതു ഭാവത്തിലായിരുന്നു ഉപാസിച്ചതെന്നറിയാതെ, എന്നാൽ തനിക്കുള്ള കൃതജ്ഞത അഭിവ്യക്തമാക്കണം എന്ന ഭാവത്തിൽ ഒരു വ്യക്തി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവൻ ആ കൃതജ്ഞത അഭിവ്യക്തമാക്കാൻ വേണ്ടി രചിക്കപ്പെട്ടിട്ടുള്ള അതിസുന്ദരമായ ഒരു സ്തോത്രമാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. കുലദേവി സ്തോത്രം എന്നാണ് ഈ സ്തോത്രത്തിൻ്റെ പേര്. ഇവിടെ കുലത്തിൻ്റെ കേന്ദ്രത്തിലുള്ള ആ ശക്തിയെ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ മാതാവായിരിക്കുന്ന അമ്മയായി സങ്കല്പിക്കുകയാണ്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഉപാസന പല തലത്തിലായിരിക്കാം. ഇപ്പം ദേവീഭാവത്തിൽ തന്നെ ആയിരിക്കണം കുലദേവത എന്നില്ല.
പല ഭാവത്തിലായിരിക്കാം. അതിൽ ഏത് ഭാവത്തിലുള്ള ഉപാസനയാണെങ്കിലും അത് ഈ പ്രപഞ്ചത്തിലുള്ള ശക്തിയാണ്. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ജനനിയായിരിക്കുന്ന അമ്മയെയാണ് നമ്മൾ ഇവിടെ സ്തുതിക്കുന്നത്. കുലത്തിൻ്റെ ഈശ്വരിയായിട്ടാണ് സ്തുതിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുലത്തിന് ഉപാസനയായി നിലനിന്നുകൊണ്ട്, ഉപാസനാമൂർത്തിയായി നിലനിന്നുകൊണ്ട് നമ്മുടെ കുലത്തെ പാലിച്ചിട്ടുള്ള ആ ശക്തിയും നിന്നിൽ നിന്ന് തന്നെ വന്നതായതുകൊണ്ട് നീ തന്നെയാണെന്നുള്ള ഭാവത്തിലാണ് നമ്മളിവിടെ സ്തുതിക്കുന്നത്. അപ്പോൾ നമുക്ക് വ്യക്തമായി നമ്മുടെ കുലദേവതയെ അറിയില്ലെങ്കിൽ ഈ സ്തോത്രത്തിലൂടെ ജഗജ്ജനനിയായ പരാശക്തിയായ അമ്മയെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കൃതജ്ഞത ആ കുലദേവതയുടെ തൃപ്പാദങ്ങളിൽ അർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ കുലദേവതയെ അറിയാത്തവർ, അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ഈ സ്തോത്രത്തെ ജപിച്ചാൽ മതി. ഇതിലൂടെ അവർ ആ സർവേശ്വരിയായ എല്ലാവർക്കും അമ്മയായിരിക്കുന്ന ദേവിയെ സ്തുതിച്ചുകൊണ്ട് അവരുടെ കുലത്തിൻ്റെ അഭിവൃദ്ധിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ഏതു ഭാവത്തിലാണോ പൂർവികരാൽ ഉപാസിക്കപ്പെട്ടിട്ടുള്ളത് ആ ഭാവത്തിലുള്ള ശക്തിക്കും നമസ്കാരം അർപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ സുന്ദരമായ, വളരെ പ്രസക്തമായ ഒരു സ്തോത്രമാണ്. ഇനി ആ ഉപാസന ലഭിക്കാൻ നമുക്ക് വല്ല വഴിയുമുണ്ടെങ്കിൽ ഈ സ്തോത്രത്തിൻ്റെ ജപത്തിലൂടെ ആ ഉപാസന നമ്മിലേക്ക് എത്തിയെന്നും വരാം. ഏത് ഭാവത്തിലായിരുന്നുവെന്നൊക്കെ നമ്മൾ അറിഞ്ഞെന്നും വരാം. അതല്ലെങ്കിൽ അമ്മ നേരിട്ട് നമുക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് നമ്മുടെ കുലദേവതയായി വസിക്കും. അപ്പോൾ കുലദേവതയെ ആരാധിക്കണം, എന്നാൽ ആരാണ് എന്നറിയാതെ ഇരിക്കുന്ന സാധാരണക്കാർക്ക് ജപിക്കാൻ പറ്റിയ നല്ല ഒരു സ്തോത്രമാണ് കുലദേവി സ്തോത്രം. ഇതിലെ പ്രധാനമായും 8 ശ്ലോകങ്ങളാണ്, മൊത്തം 10 എണ്ണമുണ്ട്. അപ്പം നമുക്കിതിലെ ഓരോ ശ്ലോകവും ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ ഒന്ന് ധ്യാനിച്ച് ആ അമ്മയുടെ അനുഗ്രഹം സമ്പാദിക്കാൻ ശ്രമിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ ശ്രീ കുലദേവി സ്തോത്രം. ഓം നമസ്തേ ശ്രീ ശിവായ കുലാരാധ്യ കുലേശ്വരി കുലസംരക്ഷണി മാതാ കൗലിക ജ്ഞാന പ്രകാശിനി. നമഃ തേ, നിനക്ക് നമസ്കാരം. ആരാണ് നീ? ശ്രീ, ഐശ്വര്യസ്വരൂപിണിയാണ് നീ. എൻ്റെ കുലത്തിൽ ഞാൻ നിന്നെ അറിയുന്നത് ഐശ്വര്യമായിട്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ അഭിവൃദ്ധിയും അത് വളരെ പതുക്കെ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച പ്രയാണമായിരിക്കും. അവിടെ നിന്ന് അതിങ്ങനെ അഭിവൃദ്ധമായി കൂടുതൽ വ്യക്തമായി എന്നിൽ ഇന്ന് ഈ ഭാവത്തിൽ ശോഭിക്കുന്ന ആ ശ്രീ നീ തന്നെയാണ്. അതുകൊണ്ട് നിനക്ക് നമസ്കാരം. ലക്ഷ്മിയാണ് അമ്മ, അതുകൊണ്ടും ശ്രീ എന്ന് വിളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞു പറയുന്നു ശിവായ കുലാരാധ്യ. ഇപ്പോൾ പുല്ലിംഗ ഭാവത്തിലായിരുന്നുവെങ്കിൽ ശിവായ ശബ്ദത്തിന് നമുക്ക് ചതുർത്ഥിയായി എടുത്തിട്ട് നമസ് എന്ന ശബ്ദത്തോട് ചേർക്കാം. അപ്പോൾ ശിവനായിക്കൊണ്ട് നമസ്കാരം എന്ന അർത്ഥം വരും. എന്നാൽ ഇവിടെ അമ്മയെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ ശിവായ എന്ന് വരാൻ പാടില്ല, ശിവായൈ എന്ന് വരണം. കാരണം ശിവ എന്ന സ്ത്രീലിംഗ ആകാരാന്ത ഇതിൽ നിന്നാണ് ചതുർത്ഥി എടുക്കേണ്ടത്. പക്ഷെ ഇവിടെ ശിവായ എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് അടുത്ത പദത്തോട് ചേർത്ത്, അപ്പോൾ ശിവായ കുലാരാധ്യ എന്ന് ചേർത്ത് വായിക്കണം. ശിവായ എന്ന് പറഞ്ഞാൽ മംഗളത്തിനായിക്കൊണ്ട്, ശിവത്തിനായിക്കൊണ്ട് എന്നർത്ഥം വന്നു. അപ്പോൾ കുലത്തിൻ്റെ ശിവത്തിനായിക്കൊണ്ട്, കുലത്തിൻ്റെ മംഗളത്തിനായിക്കൊണ്ട് കുലത്തിലുള്ളവർ ആരാധിച്ചിരുന്നവളാണ് നീ, ആരാധിക്കുന്നവളാണ് നീ. കുലത്തിലുള്ള എല്ലാവരും അമ്മയെ ആരാധിക്കുന്നു. പല ഭാവത്തിലായിരിക്കും ആരാധിക്കുന്നത്. അത് ഏത് ഭാവത്തിലാണെങ്കിലും അവരാരാധിച്ചത് എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് മംഗളം വേണം. അപ്പോൾ അവർക്കുള്ള ആ കുലത്തിനുള്ള മംഗളം മുഴുവൻ ലഭിക്കുന്നത് നിന്റെ കൃപ കൊണ്ടാണെന്ന് മനസ്സിലാക്കി നിന്നെ ഉപാസിക്കുകയാണ് എന്ന് സൂചിപ്പിക്കാൻ ശിവായ കുലാരാധ്യ. അപ്പോൾ ഈ ഉപാസനയിലൂടെ നമുക്ക് എല്ലാ മംഗളങ്ങളും ലഭിക്കും എന്ന ഒരു രഹസ്യവും വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ മംഗളത്തിനായിക്കൊണ്ട് എല്ലാ കുലത്തിലുമുള്ളവർ നിന്നെ ആരാധിക്കുന്നു. കുലേശ്വരി, കാരണം നീ കുലത്തിൻ്റെ ഈശ്വരിയാണ്. ഈശ്വരി എന്ന ശബ്ദത്തിൽ നിന്ന് തന്നെ കുലത്തെ ഭരിക്കുന്നത് നീയാണ് എന്ന് വ്യക്തമാക്കി. അപ്പോൾ ഈ കുലത്തിൻ്റെ ഉത്തരവാദിത്വം നിനക്കാണ്, നീയാണ് ഇതിൻ്റെ ഈശ്വരി. അപ്പോൾ ഈ കുലത്തിന്, ഇപ്പോൾ നിന്റെ അധീനതയിലുള്ള ഒരു കുലം അതിനെന്ത് സംഭവിച്ചാലും അതിൻ്റെ ഗുണവും ദോഷവും നിന്നിലാണ് ആൾക്കാർ ചാർത്തുക. അപ്പം നിന്റെ സംരക്ഷണത്തിലുള്ള കുലം അഭിവൃദ്ധമായാൽ അത് നിന്റെ ഗുണമായി ആൾക്കാർ അറിയും, അത് ക്ഷയിച്ചാൽ നിന്റെ ദോഷമായും ആൾക്കാർ കാണും.
അപ്പൊ അതുകൊണ്ട് കുലേശ്വരി എന്ന് വിളിക്കുമ്പോൾ ഈ കുലത്തിന് അഭിവൃദ്ധി ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയുണ്ട്. കാരണം ശിവായ കുലാരാധ്യ, മംഗളത്തിന് വേണ്ടിയാണ് ആരാധിക്കുന്നത്. നീയാണ് ഈ കുലത്തിന്റെ ഈശ്വരി എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാ മംഗളങ്ങളും നീ നൽകി നിന്റെ ഗുണത്തെ ലോകത്തിന് വ്യക്തമാക്കി കൊടുക്കണം എന്ന ധ്വനി അവിടെയുണ്ട്. അതുകൊണ്ട് കുലേശ്വരി. കുലസംരക്ഷണി, കുലത്തെ സംരക്ഷിക്കുന്നവൾ നീയാണ്. ഈ പ്രകൃതിയിൽ നിലനിൽക്കണമെങ്കിൽ ഒരുപാട് സംഘർഷമുണ്ട്, ഒരുപാട് തരത്തിലുള്ള ആപത്തുകളെ തരണം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുള്ള ശക്തിയെല്ലാം പ്രദാനം ചെയ്ത് അതത് ആപത്തുകളെ നീക്കം ചെയ്ത് ഈ കുലത്തിനെ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത നിനക്കാണ്. കാരണം നീ ഈ കുലത്തിൻ്റെ ഈശ്വരിയാണ്, അതുകൊണ്ട് തന്നെ കുലത്തിൻ്റെ സംരക്ഷണിയാണ്. അപ്പോൾ സംരക്ഷണം അർത്ഥിക്കുകയാണ്. കാരണം ഇതിലെല്ലാം അമ്മയുടെ പേരുകളാണ് ഉള്ളത്. ഈ പേരുകളെല്ലാം വിളിക്കുമ്പോൾ അമ്മയുടെ കർമ്മം എന്താണെന്ന് അമ്മയെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ സാധാരണ ഭക്തൻ അമ്മയെ ഉപാസിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ കുലത്തിൻ്റെ ഈശ്വരി നീയാണ്, അതുകൊണ്ട് തന്നെ ഈ കുലത്തെ സംരക്ഷിക്കേണ്ടവളും നീയാണ്. നീ അല്ലാതെ മറ്റൊരാശ്രയമില്ല. അതുകൊണ്ട് കുലസംരക്ഷണി മാതാ, നീ അമ്മയാണ്. ഈ കുലം ഉദ്ഭവിച്ചിട്ടുള്ളത് നിന്നിൽ നിന്നാണ്. പ്രപഞ്ചം തന്നെ ഉദ്ഭവിച്ചിട്ടുള്ളത് നിന്നിൽ നിന്നാണ്. അപ്പോൾ പിന്നെ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ ഈ കുലവും നിന്നിൽ നിന്ന് തന്നെയല്ലേ ഉദ്ഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്കെല്ലാം അമ്മയാണ് നീ. അതുകൊണ്ട് മാതാ, അമ്മയെന്ന് വിളിക്കുമ്പോൾ അവിടെ ആ ഭാവം നമുക്ക് എല്ലാ സംരക്ഷണവും നൽകുമെന്ന ധ്വനിയുണ്ട്. കാരണം അമ്മയ്ക്ക് മക്കളോടുള്ള വാത്സല്യത്തെ പോലെ ഒരു വാത്സല്യം ഈ പ്രപഞ്ചത്തിൽ വേറെ എവിടെയും കാണാൻ പറ്റില്ല. അപ്പോൾ ലോകത്തിന് മുഴുവൻ മാതാവായിരിക്കുന്ന നീ എൻ്റെയും അമ്മയാണ്. ആ സ്തുതിക്കുന്ന വ്യക്തി സ്വന്തം അമ്മയായി കണ്ട് വിളിക്കുകയാണ്. അപ്പോൾ അമ്മയെന്ന് വിളിച്ചാൽ പിന്നെ അമ്മയുടെ ആ ഭാവം നമ്മുടെ നേർക്ക് എങ്ങനെയായിരിക്കുമെന്ന് സങ്കല്പിച്ചു നോക്കാം. ഇപ്പോൾ ഭദ്രകാളി സങ്കല്പം പറയുമ്പോൾ ഭദ്രകാളിയുടെ കഥ, ഭദ്രകാളി മഹാത്മ്യം എന്ന രീതിയിൽ പ്രസിദ്ധമാണ്. അവിടെ ദാരുകനെ വധിക്കാൻ, ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ദാരികൻ എന്നും പറയാറുണ്ട്, പക്ഷെ ആ കൃതിയിൽ ദാരുകൻ എന്നാണ് പറയുന്നത്. ആ ദാരുകൻ ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങി. അപ്പോൾ പുരുഷന്മാരെ തന്നെ വധിക്കില്ല എന്ന വരമാണ്. അപ്പോൾ സ്ത്രീഭാവത്തിൽ വധിക്കണം എന്ന് ബ്രഹ്മാവ് മനസ്സിലാക്കി. അവന് ഒരു ദണ്ട്, ബ്രഹ്മദണ്ട് കൊടുത്തു, ദിവ്യമായ മന്ത്രങ്ങൾ കൊടുത്തു. അങ്ങനെ അവന് അഭിവൃദ്ധി ഉണ്ടായി. ദേവന്മാരെയൊക്കെ അവൻ ഉപദ്രവിച്ചു. അങ്ങനെ ഉപദ്രവിച്ചെല്ലാം കഴിഞ്ഞ് മാതൃക്കളിലൂടെ അവനെ വധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം മാതൃകൾക്ക് പോലും അവനെ എതിർക്കാൻ പറ്റുന്നില്ല. കാരണം അവന് വരം കിട്ടിയിട്ടുള്ളത് അവൻ്റെ ഓരോ രക്തത്തിൽ നിന്നും ഒരുപാട് അവനെ പോലെയുള്ള അസുരന്മാരുണ്ടാവുമെന്നാണ്. അപ്പം അതുകൊണ്ട് അവനെ വധിക്കാൻ പറ്റാതെ മാതൃക്കളും നിസ്സഹായരായി നിന്ന സമയത്ത് നാരദമുനി ശിവനോട് പോയി പറയാണ്, അവൻ്റെ അഹങ്കാരം കൂടിക്കൂടി വരികയാണ്, ശിവനിന്ദ ചെയ്യുന്നുണ്ട്, അവൻ ലോകത്തിലുള്ള എല്ലാവരെയും ഉപദ്രവിക്കുന്നുണ്ട്, ഇനി അങ്ങ് തന്നെ ഇതിനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞ് ഭഗവാന്റെ ഉള്ളിൽ നിന്നും ആ ക്രോധം പ്രത്യക്ഷമാകുന്ന ഒരു ഭാവം നമുക്ക് ഭദ്രകാളി മഹാത്മ്യത്തിൽ കാണാം. അപ്പം ആ ക്രോധം അദ്ദേഹത്തിൻ്റെ ഭ്രൂകുട്ടിയിൽ നിന്നും, അതായത് ഭ്രുവോർ മധ്യത്തിൽ നിന്നും ഒരു അഗ്നിയായി പുറത്തേക്ക് വന്ന് ഒരുപാട് ശിരസ്സുകളുള്ള, ഒരുപാട് കൈകളുള്ള, ഒരുപാട് കണ്ണുകളുള്ള അതിഭീകരമായ ഒരു കറുത്ത രൂപത്തെ ധരിച്ചതായി പറയും. അതാണ് ഭദ്രകാളിയുടെ ആവിർഭാവം. അപ്പോൾ ആ രൂപത്തെ കാണുമ്പോൾ, അതിൻ്റെ ക്രോധത്തെ കാണുമ്പോൾ പാർവതി ദേവി അടുത്തു വന്ന് മോളെ ശാന്തയാകൂ ശാന്തയാകൂ എന്ന് പറഞ്ഞ് തലോടുമ്പോൾ ആ അമ്മ ശാന്തയാവുകയും അങ്ങനെ ഒരു മുഖവും 16 കൈകളും 3 കണ്ണുകളുമുള്ള ഭാവത്തിൽ അമ്മ ശോഭിച്ചുവെന്നും പറയും. ആ അമ്മയെ പിന്നെ ദാരുകനെ വധിക്കാനായിട്ട് പറഞ്ഞയക്കുകയാണ്. പിന്നെ അവിടെ ഗംഭീരമായ യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്. ആ യുദ്ധമെല്ലാം നടന്നുകൊണ്ട് ദാരുകൻ വധിക്കപ്പെടും എന്ന സ്ഥിതിയാകുമ്പോൾ അവൻ ദേവിയെ സ്തുതിക്കുന്നുണ്ട്. അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ച് എന്നെ രക്ഷിച്ചാലും എന്നെ വധിക്കരുത് എന്ന് പറഞ്ഞ് അപേക്ഷിക്കുമ്പോൾ ആ ക്രോധഭാവത്തിൽ നിൽക്കുന്ന ഭദ്രകാളി ശാന്തമാകുന്നത് ദേവന്മാരും മുനികളും എല്ലാം കണ്ടു. കാരണം മാതൃഭാവം ഉണർന്നു. അമ്മയെന്ന് വിളിച്ചാൽ അമ്മയായി ഭവിക്കും ദേവി. അപ്പോൾ മാതൃഭാവം ഉണർന്നപ്പോൾ ഇതും പുത്രനാണെന്നുള്ള ഭാവം ഉണ്ടായപ്പോൾ അവൻ്റെ ദുഷ്ടതകളെല്ലാം മറന്ന് അവൻ അഭയം കൊടുക്കാൻ തീരുമാനിച്ചൊരു ഭാവമെത്തി. അപ്പോൾ ദേവന്മാരും മുനികളും ഒക്കെ വന്ന് അമ്മയെ സ്തുതിക്കുകയാണ്. അമ്മയെ മറക്കരുത്, ഇവൻ ശിവദ്രോഹിയാണ്, ലോകദ്രോഹിയാണ്, യജ്ഞം മുടക്കിയവനാണ്. അങ്ങനെ അവൻ്റെ എല്ലാ ദോഷങ്ങളും പറഞ്ഞ് ആ ധർമ്മരോഷത്തെ വീണ്ടും കത്തിപ്പിച്ച് അങ്ങനെയാണ് അമ്മ അവൻ്റെ ശിരസ് അറുക്കുന്നത്. അത് കഴിഞ്ഞ് അമ്മ വളരെ ആ ക്രോധം ഇങ്ങനെ അടങ്ങാത്ത ഭാവത്തിൽ തിരിച്ച് കൈലാസത്തിലേക്ക് വരുന്ന സമയത്ത് ശിവൻ ഗണപതിയോടും അതുപോലെ നന്ദികേശ്വരനോടും കുട്ടികളുടെ ഭാവം എടുത്ത് പോയി ആ
കവാടത്തിൻ്റെ അവിടെ പോയി കിടക്കാൻ പറയും, ഗോപുരത്തിൻ്റെ അവിടെ ചെന്ന് കിടക്കാൻ. അപ്പോൾ അവർ ശരിയെന്ന് പറഞ്ഞ് ഗണപതിയും നന്ദികേശ്വരനും ചെറിയ 2 കുട്ടികളായിട്ട് അവിടെ കിടക്കും. അപ്പോൾ അമ്മ ഇങ്ങനെ തപിച്ചിങ്ങനെ വരുന്ന സമയത്ത് 2 കുട്ടികളെയും കണ്ടത്, അയ്യോ മക്കളെ എന്ന് പറഞ്ഞ് താഴെ ഇറങ്ങി 2 പേരെയും ഒക്കത്തെടുത്ത് ലാളിച്ച് ശാന്തമായ ഭാവത്തിൽ വരുന്നതായും പിന്നീട് ഭഗവാന്റെ അനുഗ്രഹം നേടുന്നതായും ദക്ഷിണ ഭാരതത്തിലേക്ക്, കേരളത്തിലേക്ക് അമ്മയെ അയക്കുന്നതായും ഒക്കെ കഥയുണ്ട്. അപ്പം അവിടെ ഈ 2 സന്ദർഭങ്ങളിലും, അതായത് ദാരുകൻ അമ്മയെന്ന് വിളിക്കുമ്പോഴും അതുപോലെ ഗണപതിയെയും നന്ദികേശ്വരനെയും കുട്ടികളായി കാണുമ്പോഴും ആ മാതൃത്വം ഉണരുന്നതും അവരോട് അത്രയും അടുത്ത ബന്ധമുണ്ടായി സ്നേഹം ഇങ്ങനെ വാർന്നൊഴുകുന്നതും നമുക്ക് കാണാം. ഇത് കാണിച്ചു തരുന്നത് അമ്മയുടെ ആ ഭാവത്തെ നമുക്ക് മനസ്സിലാക്കി തരണം. അപ്പൊ അമ്മേ എന്ന വിളിയിൽ തന്നെ എല്ലാ രക്ഷയും നമുക്ക് ലഭിക്കും. അപ്പൊ സംസ്കൃതമൊന്നും അറിയില്ല, മന്ത്രങ്ങളൊന്നും അറിയില്ല, പദ്ധതികളൊന്നും അറിയില്ല, ആവശ്യമില്ല. അമ്മേ എന്ന് മനസ്സുരുകി വിളിച്ചാൽ മതി, വിളി കേൾക്കും. കാരണം ലോകത്തിന് മുഴുവൻ അമ്മയാണ്, യഥാർത്ഥത്തിൽ നമ്മുടെ അമ്മ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് മാതാ എന്ന് വിളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു കൗലിക ജ്ഞാന പ്രകാശിനി. കൗലികം എന്ന് പറഞ്ഞാൽ കുലസംബന്ധമായ, അതായത് പാരമ്പര്യ ജ്ഞാനമാണ് കൗലിക ജ്ഞാനം. അപ്പൊ പാരമ്പര്യമായ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നവൾ. അപ്പോൾ നമ്മുടെ ഉപാസന എന്താണ്, ഏതാണ്, ഇതൊന്നും നമുക്കറിയില്ല. ആ ഭാവത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നിന്നുകൊണ്ട് പ്രപഞ്ചത്തിന് മുഴുവൻ നാഥയായിരിക്കുന്ന, നമ്മുടെയും അമ്മയായിരിക്കുന്ന ജനനിയെ നമ്മൾ സ്തുതിക്കുകയാണ്. അപ്പോൾ പാരമ്പര്യ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നവളാണ് നീ എന്ന് പറയുമ്പോൾ ആ ജ്ഞാനത്തെ എനിക്കും പ്രദാനം ചെയ്താലും, എൻ്റെ പരമ്പരയിൽ ഉണ്ടായിരുന്ന ആ അറിവുകളെല്ലാം എന്നിലും ശോഭിക്കട്ടെ. ആ ഉപാസന എന്തായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നാലും, ഏത് രീതിയിലാണ് ഞാൻ ജീവിക്കേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തന്നാലും, ഈ കുലത്തിൻ്റെ മഹിമയെ കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് പറഞ്ഞു തന്നാലും, എങ്ങനെയുള്ള ഭാവിയാണ് ഞാൻ പടുത്തുയർത്തേണ്ടതെന്ന് പറഞ്ഞു തന്നാലും, ഇങ്ങനെയെല്ലാമുള്ള അഭ്യർത്ഥന ആ വിളിയിലുണ്ട്, ആ നാമത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ആ ഉപാസന തുടരണം, അത് ഇന്ന രീതിയിൽ ചെയ്യണമെന്നുള്ള അറിവെല്ലാം അമ്മ തന്നെ നമുക്ക് പ്രദാനം ചെയ്യും. ചിലപ്പോൾ അമ്മ എന്ന ഭാവത്തിൽ ഇങ്ങനെ തന്നെ ഉപാസിച്ചോ എന്നായിരിക്കും അമ്മയുടെ ഇച്ഛ. അപ്പോൾ ആ രീതിയിൽ ഉപാസിക്കാം. അതല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന അറിവ് നമുക്കൊന്നെങ്കിൽ അകത്ത് നിന്നോ അല്ലെങ്കിൽ ഗുരുമുഖേനയോ നമുക്ക് ലഭിക്കും. ഏതെങ്കിലും ഒരു ദിക്കിൽ നിന്നും ആ അറിവ് നമ്മളിലേക്ക് വരും. കാരണം അമ്മയാണ്. അപ്പം അമ്മയ്ക്ക് മകനെ സഹായിക്കണമെന്ന് തോന്നിയാൽ തീർച്ചയായും സഹായിച്ചിരിക്കും. ആ മാതൃഭാവം ഉണർത്താനാണ് നമ്മൾ അമ്മ എന്ന് വിളിക്കുന്നത് തന്നെ. ആ ഭാവം ഉണർന്നാൽ തീർച്ചയായും സഹായിക്കും. അപ്പോൾ ആ പാരമ്പര്യ ജ്ഞാനം നമുക്ക് ലഭിക്കും. എന്തറിഞ്ഞാലാണോ കൂടുതൽ നല്ല രീതിയിൽ ജീവിക്കാൻ നമുക്ക് പറ്റുക. കാരണം നമ്മുടെ പൂർവികർ ഒരുപാട് തലമുറകൾ ഇങ്ങനെ ജീവിച്ച് അവരുടെ അറിവിനെ കൂടുതൽ നന്നാക്കി ഇങ്ങനെ കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ആ അറിവ് ഒരു പക്ഷേ നമുക്ക് ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ആ അറിവ് നമുക്ക് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ഇവിടെയുള്ളത്. ഇനി കൗലിക ശബ്ദത്തിന് ശിവൻ എന്ന അർത്ഥമുണ്ട്. അപ്പോൾ കൗലിക ജ്ഞാന പ്രകാശിനി എന്ന് പറയുമ്പോൾ ശിവജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നവൾ. ശിവനാരാ? ആത്മാവ്. അപ്പോൾ ആത്മജ്ഞാനത്തെ നൽകുന്നവളാണ് നീ. ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള ബോധവും നീ തന്നെ എനിക്ക് നൽകണം. ഇപ്പോൾ കുലത്തിൻ്റെ ബോധം എന്ന് പറയുമ്പോൾ പരിമിതമായ ബോധമാണ്, ശരീരമനോബുദ്ധികളോടുകൂടി നിൽക്കുന്ന ആ ഒരു ഐഡന്റിറ്റിയാണ്. അതുമാത്രമല്ല ഞാൻ, അതിനതീതമായ ഒരു ഭാവം എനിക്കുണ്ടെന്ന് നീ എന്നെ ഓർമ്മപ്പെടുത്തണം. ആ ആത്മബോധവും നീ എനിക്ക് പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് ആ ശിവത്വം എനിക്ക് നൽകിയാലുമെന്ന പ്രാർത്ഥനയും കൗലിക ജ്ഞാന പ്രകാശിനി എന്ന വിളിയിലുണ്ട്. ഇതാണ് ആദ്യത്തെ ശ്ലോകം. ഓം നമസ്തേ ശ്രീ ശിവായ കുലാരാധ്യ കുലേശ്വരി കുലസംരക്ഷണീ മാതാ കൗലിക ജ്ഞാന പ്രകാശിനി. അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ്. വന്ദേ ശ്രീകുലപൂജ്യ ത്വാം കുലാംബാ കുലരക്ഷിണീ വേദമാതാ ജഗന്മാതാ ലോകമാതാ ഹിതൈഷിണീ. വന്ദേ ത്വാം, നിന്നെ ഞാൻ വന്ദിക്കുന്നു. ആരാണ് നീ? ശ്രീ കുല പൂജ്യ, ഐശ്വര്യമുള്ള കുലത്താൽ പൂജിക്കപ്പെടുന്നവൾ, കുലത്തിൻ്റെ ഐശ്വര്യത്താൽ പൂജിക്കപ്പെടുന്നവൾ, ഐശ്വര്യത്തിന് വേണ്ടി കുലത്താൽ പൂജിക്കപ്പെടുന്നവൾ. ഇങ്ങനെയെല്ലാം ആ പദത്തിൽ നിന്നും ഗ്രഹിക്കാം. അപ്പോൾ അമ്മയെ ഉപാസിക്കുന്നതാണ് വാസ്തവത്തിൽ എല്ലാ ഐശ്വര്യത്തിൻ്റെയും മൂലകാരണം. അപ്പോൾ അമ്മയെ ഉപാസിച്ചാൽ ശ്രീ ലഭിക്കും. അതുകൊണ്ട് അമ്മയെ ഉപാസിക്കുന്ന കുലത്തിൻ്റെ കൂടെ ശ്രീപദം ചേർത്തിരിക്കുകയാണ് എന്നൊരർത്ഥമെടുക്കാം. അപ്പോൾ ശ്രീ കുല പൂജ്യ എന്ന് പറഞ്ഞാൽ കുലം അമ്മയെ പൂജിക്കുന്നത് കൊണ്ട്, കുലത്താൽ പൂജിക്കപ്പെടുന്നവളാണ് നീ. ആ കുലത്തിന് ശ്രീ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അത് ശ്രീകുലമാണ്. കാരണം അവിടെ നീ വസിക്കും.
നിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എല്ലാ ഐശ്വര്യവും ഉണ്ടാവും. കാരണം ഐശ്വര്യത്തിന്റെ ഉറവിടം നീയാണ്, നീ ഈശ്വരിയാണ്. അപ്പൊ അതുകൊണ്ട് നിന്നെ പൂജിക്കുന്ന കുലത്തിന് നീ ശ്രീയെ പ്രദാനം ചെയ്യും. ഇനി നിന്നെ ഉപാസിക്കണമെങ്കിൽ ഭക്തി ഉണ്ടാവണ്ടേ? അപ്പൊ നമുക്ക് അമ്മയോട് ഒരു ഭക്തി ജനിച്ചാൽ മാത്രമല്ലേ അമ്മയുടെ നേർക്ക് നമ്മൾ തിരിയുള്ളൂ. അതല്ലെങ്കിൽ ലോകത്തിൽ ഇങ്ങനെ മുങ്ങി ജീവിക്കുകയല്ലേ ചെയ്യുക. അപ്പൊ ആ ഭക്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യം. അതുകൊണ്ട് ആ ഭക്തിയെ ശ്രീ എന്ന് വിളിച്ചിരിക്കുന്നു. അപ്പൊ ആ ശ്രീയുള്ള കുലത്തിൽ നീ ആരാധിക്കപ്പെടുന്നു. അങ്ങനെയുള്ള കുലത്തിലുള്ളവരാൽ നീ ആരാധിക്കപ്പെടുന്നു. അപ്പൊ നിന്നെ ആരാധിക്കാൻ തോന്നുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഐശ്വര്യം എന്ന അർത്ഥവും കിട്ടി. ഇനി ശ്രീ കിട്ടാൻ വേണ്ടി നിന്നെ കുലത്തിലുള്ളവർ ആരാധിക്കുന്നു. അപ്പൊ ഇവിടെയും ശ്രീക്ക് രണ്ട് തരവും കൽപ്പിക്കാം. അതായത് ഭൗതികമായ സമൃദ്ധി കിട്ടാൻ വേണ്ടി നിന്നെ ആരാധിക്കുന്നു, നിന്നോടുള്ള ഭക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി നിന്നെ ആരാധിക്കുന്നു. ഇങ്ങനെയെല്ലാം കാരണങ്ങളാൽ നീ ശ്രീകുല പൂജ്യയാണ്. അങ്ങനെയുള്ള നിന്നെ ഞാൻ വന്ദിക്കുന്നു. കുലാംബ, കുലത്തിന്റെ അംബികയാണ്, അമ്മയാണ് നീ. വീണ്ടും ആ മാതൃഭാവത്തെ ഉണർത്തുകയാണ്. ഉപാസകൻ എപ്പോഴും ചെയ്യേണ്ടത് അമ്മയുടെ ഉള്ളിലുള്ള ഈ മാതൃഭാവത്തെ ഉണർത്തുകയാണ്. കാരണം ആ ബന്ധം നമുക്ക് അമ്മയോട് സ്ഥാപിക്കാൻ സാധിച്ചാൽ ജീവിതം ധന്യധന്യമായി ഭവിക്കും. അപ്പൊ അതുകൊണ്ട് കുലാംബ, നീ ഈ കുലത്തിന്റെ അമ്പയാണ്. അത് എൻ്റെ ഈ കുലത്തിന്റെ അമ്പ മാത്രമല്ല, ഈ ലോകത്തിലുള്ള എല്ലാ കുലങ്ങളെയും ചേർത്തൊരു മഹാകുലമായി കണ്ടാൽ, അതായത് പ്രപഞ്ചത്തെ തന്നെ ഒരു കുലമായി കണ്ടാൽ അതിൻ്റെ അംബികയും നീയാണ്. അതുകൊണ്ട് നീ കുലാംബയാണ്. കുലരക്ഷിണി, കുലത്തെ രക്ഷിക്കുന്നവളുമാണ്. ഒരമ്മ ഏതുപോലെയാണോ ശിശുവിനെ സംരക്ഷിക്കുന്നത്, അതിന് വേണ്ട പോഷണങ്ങൾ നൽകി, അതിപ്പോൾ ശാരീരികവും മാനസികവുമായ പോഷണങ്ങൾ നൽകി അതിനെ പതുക്കെ വളർത്തി വളർത്തി സ്വയം ജീവിതത്തിൽ വിജയിക്കാനുള്ള പ്രാപ്തിയെ ഉണ്ടാക്കി കൊടുക്കുന്നത്, അതുപോലെ എൻ്റെ അമ്മയായിക്കൊണ്ട് എന്നെ പതുക്കെ വളർത്തി വളർത്തി ഭൗതികവും ആന്തരികവുമായ അഭിവൃദ്ധിയെ എനിക്ക് പ്രദാനം ചെയ്ത് പൂർണ്ണതയിലേക്ക് എന്നെ നയിച്ചാലും എന്ന പ്രാർത്ഥന ആ കുലാംബ, കുലരക്ഷിണി എന്ന രണ്ട് നാമങ്ങളിലും അടങ്ങിയിരിക്കുന്നു. വേദമാതാ, വേദത്തിൻ്റെ മാതാവാണ് നീ. വേദം എന്നാൽ നമുക്കെല്ലാം അറിയാം, 4 തരം വേദങ്ങളുണ്ട്: ഋക്ക്, യജുസ്, സാമം, അഥർവം. അതെല്ലാം നിന്നിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് നീ വേദമാതാവാണ്. ആ വേദത്തിലുള്ള എല്ലാ അറിവുകളും നിന്നിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ടും നീ വേദമാതാവാണ്. എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന അറിവുകൾക്കെല്ലാം ഉറവിടം നീയാണ്. അതുകൊണ്ടും നീ വേദമാതാവാണ്. ഞാൻ പലതും അറിയുന്നു. ആ അറിവ് എനിക്ക് ലഭിക്കുന്നത് നിന്റെ കൃപ കൊണ്ടാണ്, നിന്റെ സാന്നിധ്യം കൊണ്ടാണ്. അപ്പൊ ഇവിടെ വേദമാത എന്ന പദം കൊണ്ട് അറിവിനെ അർത്ഥിക്കുകയാണ്. കാരണം നമ്മുടെ പൈതൃകത്തിന്റെ അടിത്തറ നമ്മൾ തേടിച്ചെന്നാൽ വേദത്തിലെത്തും. വൈദികമായ പരമ്പരയാണ് നമ്മുടേത്. അപ്പോൾ നമ്മുടെ ആ പാരമ്പര്യ ജ്ഞാനം നമുക്ക് ലഭിക്കണം. അതുപോലെ തന്നെ ഞാൻ ആരാണെന്നുള്ള ജ്ഞാനം എനിക്ക് ലഭിക്കണം. നീ ആരാണെന്നുള്ള ജ്ഞാനം എനിക്ക് ലഭിക്കണം. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള ജ്ഞാനം എനിക്ക് ലഭിക്കണം. ഇതെല്ലാം ലഭിച്ചാലേ എൻ്റെ ജീവിതം കൃതാർത്ഥമാകും. അതെല്ലാം എനിക്ക് നൽകിയാലും എന്ന പ്രാർത്ഥനയോടെ വേദമാത എന്ന് വിളിച്ചിരിക്കുന്നു. ജഗന്മാത, ഈ ലോകത്തിലുള്ള അറിവിന് മാത്രമല്ല നീ അമ്മ, നീ ലോകത്തിന് തന്നെ അമ്മയാണ്. ലോകമാതാവാണ് നീ, ജഗന്മാതാവാണ് നീ. ചലിക്കുന്നതെന്തോ അതാണ് ജഗത്ത് എന്നതിന് നിർവചനം പറയും. അപ്പൊ ഇവിടെ പലതും ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ എല്ലാം നമ്മൾ ജഗത്ത് എന്ന് വിളിക്കുന്നു. ഇത് ചലിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. ഇതൊരു സാധാരണക്കാരന് പോലും അനുമാനിക്കാവുന്ന കാര്യമാണ്. ആ ശക്തി നീയാകുന്നു. അതുകൊണ്ടാണ് നിനക്ക് ശക്തി എന്ന പേര് തന്നെ. അപ്പൊ അതുകൊണ്ട് നീ ജഗന്മാതാവാണ്. ലോകത്തിന് ചലനമാണ് കാരണം. ആ ചലനത്തിന്റെ ഉറവിടം നീയാണ്. അതുകൊണ്ട് നീ ജഗത്തിന് മാതാവായിരിക്കുകയാണ്. ജഗത്തിന് മുഴുവൻ മാതാവാണെങ്കിൽ ആ ജഗത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ എളിയവനും നീ തന്നെയാണ് അമ്മ. അത് ഓർക്കേണമേ എന്ന പ്രാർത്ഥന അവിടെയുണ്ട്. ലോകമാതാ, ഇപ്പൊ ജഗന്മാത, ലോകമാത 2 പദത്തിനും ഒരേ അർത്ഥമാണ്. എന്നാൽ ആ പദത്തിന് ചെറിയ വ്യത്യാസവും. ഇപ്പൊ ജഗത്ത് എന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ചലിപ്പിക്കുന്നത് നീയാണ്. ലോക ശബ്ദത്തിന് കാണുന്നത് എന്നർത്ഥമാണ്. കാണപ്പെടുന്നത് എന്തോ അതാണ് ലോകം. അപ്പൊ ലോകത്തിന്റെ മാതാവും നീയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നിന്നും എന്നെ ചലിപ്പിക്കുന്നത് നീയാണ്. അപ്പൊ എന്നെ പ്രവർത്തിപ്പിക്കുന്നത് നീയാണ്. അതുപോലെ ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ട് മാത്രമല്ല, 5 ഇന്ദ്രിയങ്ങളിലൂടെയും ഞാൻ പലതും കാണുന്നുണ്ട്, പലതും അനുഭവിക്കുന്നുണ്ട്. ആ അനുഭവങ്ങൾക്കൊക്കെ അമ്മ നീയാണ്. അപ്പോൾ ഇവിടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കർമ്മത്തിന്റെ ഫലങ്ങളാണ്. ചലനം എന്ന് പറഞ്ഞാൽ കർമ്മമാണ്.
അപ്പൊ ജഗന്മാത എന്ന ശബ്ദത്തിലൂടെ എൻ്റെ കർമ്മത്തിന്റെ മാതാവ് നീയാണ്. അപ്പൊ എനിക്ക് നല്ല കർമ്മത്തെ നൽകിയാലും നല്ല രീതിയിൽ അത് പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് നല്ല അനുഭവങ്ങളും ഉണ്ടാവണം. അപ്പൊ പല ആൾക്കാരും ആത്മാർത്ഥമായി പരിശ്രമിച്ചാലും ചിലപ്പോൾ ഫലങ്ങൾ കിട്ടാൻ പല തടസ്സങ്ങളും ഉണ്ടാവും. അപ്പൊ ആ തടസ്സങ്ങളെല്ലാം നീങ്ങി ഞാൻ അർഹിക്കുന്ന നല്ല ഫലത്തെ, കാരണം നല്ല കർമ്മം എനിക്ക് ചെയ്യാൻ സാധിച്ചാൽ നല്ല ഫലം ഞാൻ അർഹിക്കുന്നു, ആ നല്ല ഫലത്തെ എനിക്ക് നൽകിയാലും അതുകൊണ്ട് ലോകമാത, അപ്പൊ നല്ല അനുഭവങ്ങളെ നൽകുന്നവളും നല്ല കർമ്മത്തെ നൽകുന്നവളുമാണെന്ന അർത്ഥത്തിൽ ജഗന്മാത ലോകമാത എന്ന് വിളിച്ചിരിക്കുന്നു. അപ്പൊ നല്ല കർമ്മം ചെയ്യാനുള്ള പ്രേരണ നിരന്തരമായി എൻ്റെ ഉള്ളിൽ നിന്നും എനിക്ക് നൽകിയാൽ, നീ ആ പ്രേരണ നൽകിയാൽ മാത്രമേ എനിക്ക് നന്നായി പ്രവർത്തിക്കാൻ പറ്റൂ. നിന്റെ കൃപയില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ വഴി തെറ്റിപ്പോകും. അപ്പൊ വഴി തെറ്റാതെ നോക്കേണ്ട ബാധ്യത നിനക്കാണ്, കാരണം ഞാൻ നിന്റെ മകനാണ്. അപ്പൊ അതുകൊണ്ട് ജഗന്മാത ലോകമാത, നല്ല അനുഭവങ്ങൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന പ്രാർത്ഥന. കാണുന്നതെല്ലാം മംഗളപ്രദമാകട്ടെ എന്ന ധ്വനി. ഭദ്രം കർണേ വിഷ്ണുയാമദേവ എന്ന് പറഞ്ഞ മന്ത്രമുണ്ട്. കേൾക്കുന്നതെല്ലാം മംഗളമാകട്ടെ, കാണുന്നതെല്ലാം മംഗളമാകട്ടെ എന്ന് പറയുന്ന ആ അനുഭവമാണ് ഇവിടെയും പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെല്ലാം മംഗളമാകട്ടെ. ഒന്നുകൂടിയും സൂക്ഷ്മമായി നോക്കിയാൽ കാണുന്നതിലെല്ലാം നിന്നെ കാണാൻ എനിക്ക് സാധിക്കട്ടെ. കാരണം നിന്റെ സാന്നിധ്യം അറിഞ്ഞാൽ അനുഭവം എന്ത് തന്നെയാണെങ്കിലും അത് മംഗളമായി ഭവിക്കും. കാരണം നീയാണ് അതിൻ്റെ പിന്നിൽ എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ജീവിതത്തിൽ ജയത്തിലും പരാജയത്തിലും നിന്നെ കാണാൻ സാധിച്ചാൽ സദാ മംഗളസ്വരൂപിണിയായ നിന്നെ തന്നെ അറിഞ്ഞുകൊണ്ട് ആനന്ദപൂർണമായി ജീവിക്കാൻ സാധിക്കും. ഹിതൈഷിനി. ഹിതൈഷിനി എന്ന് പറഞ്ഞാൽ ഹിതത്തെ അന്വേഷിക്കുന്നവൻ, അതായത് നമ്മുടെ ഹിതത്തെ ചോദിച്ചറിയുന്നവൻ, നമ്മുടെ ഹിതത്തിൽ താല്പര്യമുള്ളവൻ. നമുക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിലാണല്ലോ അയാൾ സുഖമായിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. അയാൾക്ക് ഗുണകരമായതെന്തോ അതാണ് അയാളുടെ ഹിതം. അപ്പോൾ അത് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് സുഖം തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ഹിതത്തിനുള്ളതാവണമെന്നില്ല. അതായത് പ്രിയങ്കരമായ കാര്യങ്ങൾ ഹിതകാരിയാകണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഹിതത്തെ ചോദിച്ച് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹിതത്തെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ ആഗ്രഹിക്കുന്നതിൽ പലതും നമുക്ക് ചിലപ്പോൾ ദോഷത്തെ ഉണ്ടാക്കുന്നതായിരിക്കും. അത് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി അതിനെ നമുക്ക് നൽകാതെ അതിൽ നമുക്ക് ഗുണത്തെ നൽകുന്നത് എന്തോ അത് മാത്രം നൽകി, ഇനി ഗുണത്തെ നൽകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും അത് കണ്ട് മനസ്സിലാക്കി നമുക്ക് നൽകി ആ ഗുണത്തിലൂടെ നമ്മുടെ അഭിവൃദ്ധിയെ ഉറപ്പുവരുത്തുന്നവളാണ് നീ എന്നുള്ളത് കൊണ്ട് ഹിതൈഷിനി. കാരണം നിനക്ക് സദാ ഞങ്ങളുടെ മംഗളത്തെക്കുറിച്ച് ഹിതത്തെക്കുറിച്ചാണ് വിചാരം. നീ ജഗന്മാതാവാണ്, ലോകമാതാവാണ്, ഞങ്ങളുടെ മാതാവാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഹിതത്തെക്കുറിച്ച് മാത്രമാണ് നീ സദാ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നിന്നെ ഭജിക്കുന്ന ഞങ്ങൾക്ക് ഹിതം മാത്രം ഭവിക്കുമെന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ടെന്ന ധ്വനി ആ ഹിതൈഷിനി എന്ന വിളിയിലുണ്ട്. ഇതാണ് രണ്ടാമത്തെ ശ്ലോകം. വന്ദേ ശ്രീകുല പൂജ്യ ത്വാം കുലാംബ കുലരക്ഷിണി വേദമാത ജഗന്മാത ലോകമാത ഹിതൈഷിനി. അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. ആദിശക്തി സമുദ്ഭൂത ത്വയാ ഹി കുലസ്വാമിനി വിശ്വവന്ദ്യ മഹാഘോര ത്രാഹിമാം ശരണാഗതം. ത്വയ നിന്നാൽ ആദിശക്തി സമുദ്ഭൂത, ഈ പ്രപഞ്ചം ചലിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഏറ്റവും ആദ്യത്തിൽ ഉണ്ടായതിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്നതിൻ്റെ എല്ലാം ഉറവിടം. അപ്പോൾ ആ ആദിശക്തിയെ ഉദ്ഭവിപ്പിച്ചത് നീയാണ്. ഇവിടെ നീ ആദിശക്തിയാണെന്നല്ല പറയുന്നത്, ആദിശക്തി സമുദ്ഭൂത എന്നാണ് പറയുന്നത്. ത്വയാ നിന്നാൽ ആദിശക്തി ഉദ്ഭവിക്കപ്പെട്ടു. അപ്പൊ പ്രപഞ്ചത്തിൽ നമ്മൾ അറിയുന്നതാണ് ശക്തി. ശക്തിക്ക് അതിനതീതമായ ഒരു ഭാവമുണ്ട്, അത് നമുക്കറിയില്ല. പരബ്രഹ്മഭാവമാണത്. അത് ശക്തിക്ക് അധീനമായി നിൽക്കുന്ന നമുക്കറിയില്ല. കാരണം പ്രപഞ്ചം മുഴുവൻ ശക്തിയുടെ അധീനതയിലാണ്. നമ്മളൊക്കെ ആ ശക്തിയുടെ അധീനതയിലാണ് ജീവിക്കുന്നത്. അപ്പൊ ശക്തിയെ നമുക്കറിയാം, അതിൻ്റെ ഉറവിടം, ഏറ്റവും ആദ്യത്തെ സ്പന്ദനത്തെ നമുക്ക് അനുമാനിക്കാം. ആ ആദ്യത്തെ സ്പന്ദനമായ ആദ്യത്തെ ശക്തിയായ ആ ചൈതന്യം നിന്നാൽ ഉദ്ഭവിക്കപ്പെട്ടതാണ്. അതായത് അതിനും കാരണം നീയാണ്. അപ്പൊ നിന്നെ ഞാൻ ലോകമായി കാണുന്നു, ലോകമാതാവായി കാണുന്നു. ഈ ഭാവത്തിൽ നിന്നുകൊണ്ട് കാണുമ്പോഴും നീ ഇതിനെല്ലാം അതീതയാണെന്ന് ഞാൻ അറിയുന്നു. അപ്പൊ പ്രപഞ്ചത്തിന് മുഴുവൻ മൂലകാരണം നീയാണ്. അതുകൊണ്ട് ആദിശക്തി സമുദ്ഭൂത ത്വയാ, നിന്നാൽ ആദിശക്തി ഉദ്ഭവിപ്പിക്കപ്പെട്ടു. ഇത് പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ശക്തി, സാധാരണ അർത്ഥത്തിലുള്ള ആ ശക്തി നമുക്ക് ലഭിക്കുന്നതും നിന്റെ കൃപ കൊണ്ടാണെന്നുള്ള പ്രാർത്ഥനയോടെ ഉണ്ട്.
അപ്പോൾ ആ കൃപയുണ്ടായാൽ നമുക്ക് നല്ല ശക്തിയും ലഭിക്കണം എന്ന ധ്വനി അവിടെയുണ്ട്. കാരണം നന്നായി ജീവിക്കണമെങ്കിൽ നല്ല ശക്തി ഉണ്ടാവണം. ഇവിടെ ശക്തി എന്ന പദം കൊണ്ട് ബലം മാത്രമല്ല, സാമർഥ്യവും സൂചിപ്പിച്ചിരിക്കുന്നു. നല്ല സാമർഥ്യം ഉണ്ടാവണം. ചെയ്യാനുള്ളത് എന്താണെന്ന് കൃത്യമായി അറിയാൻ സാധിക്കണം. അത് കൃത്യസമയത്ത് ചെയ്യാനും സാധിക്കണം. അറിഞ്ഞാൽ മാത്രം പോരാ, പ്രവർത്തിക്കാനും പറ്റണം. അപ്പൊ അതിനുള്ള ശക്തിയെ നീ നൽകും. കാരണം ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ആദിശക്തി നിന്നാൽ ഉദ്ഭവിക്കപ്പെട്ടതാണ്. അപ്പൊ അത്രയും മൂലകാരണമായിരിക്കുന്ന നിനക്ക് എൻ്റെ ഉള്ളിൽ ഈ ചെറിയ ശക്തിയെ പ്രദാനം ചെയ്യാൻ സാധിക്കില്ലേ? തീർച്ചയായും സാധിക്കും. അതുകൊണ്ട് ആദിശക്തി സമുദ്ഭൂതാ ത്വയാ ഹി കുലസ്വാമിനി. ഹി എന്നാൽ ഉറപ്പിക്കുകയാണ്, നിന്നാൽ തന്നെയാണ് ആദിശക്തി ഉദ്ഭവിക്കപ്പെട്ടത്. അതിലെനിക്ക് ഒരു സംശയവുമില്ല. നീ അതിൻ്റെ ആധാരമാണ്. പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായത് ആ ആദിശക്തിയാണ്. അതിനും കാരണമായിരിക്കുന്നവൾ നീയാണ്. കുലസ്വാമിനി. അങ്ങനെയുള്ള നീ ഈ പ്രപഞ്ചമാകുന്ന കുലത്തിന്റെ സ്വാമിനിയാണ്. അത് ഭരിക്കുന്നവളാണ്. എൻ്റെ ഈ ചെറിയ കുലത്തിൻ്റെയും സ്വാമിനിയാണ്. ഈ രണ്ട് ഭാവത്തിലും കുലസ്വാമിനിയാണ്. അപ്പോൾ ശക്തിയെ ഉദ്ഭവിപ്പിക്കുന്നവളാണ്, അതുപോലെ കുലത്തിന്റെ സ്വാമിനിയാണെന്ന് പറഞ്ഞാൽ ഈ കുലം നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തിയെ നീ എനിക്ക് പ്രദാനം ചെയ്താലും എന്ന് പ്രാർത്ഥന. വിശ്വവന്ധ്യ. വിശ്വത്തിന് മുഴുവൻ കാരണമായിരിക്കുന്ന ശക്തിയെ തന്നെ വിശ്വത്തിന് പ്രദാനം ചെയ്തവളാണ്. അപ്പൊ സ്വാഭാവികമായും വിശ്വം വന്ദിക്കുന്നത് അവളെ തന്നെയാണ്. അതുകൊണ്ട് വിശ്വവന്ധ്യയാണ്. പ്രപഞ്ചം മുഴുവൻ അവളെ വന്ദിക്കുന്നു. അങ്ങനെയുള്ളവളാണ് അമ്മ. അതുകൊണ്ട് വിശ്വവന്ധ്യ. വിശ്വശബ്ദത്തിന് സർവം എന്നർത്ഥമുണ്ട്. അപ്പോൾ സർവത്തെയും സർവരാലും വന്ദിക്കപ്പെടുന്നവൾ. ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും വന്ദിക്കുന്നത് നിന്നെയാണ്, അറിഞ്ഞോ അറിയാതെയോ. അപ്പോൾ അറിഞ്ഞ് മൂലകാരണമാണ് അമ്മ എന്ന് പറഞ്ഞ് വന്ദിക്കുന്നവരുണ്ടാവും. അതല്ലെങ്കിൽ മറ്റു പല ശക്തികളെയും വന്ദിക്കുന്നവരുണ്ടാവും. അവരുടെ വന്ദനവും നിനക്കുള്ളതാണ്. കാരണം നീ തന്നെയാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ ശക്തിയുടെയും ഉറവിടം. അതുകൊണ്ട് വിശ്വവന്ധ്യ. മഹാഘോര. നിന്നെ ഉൾക്കൊള്ളാൻ ഈ പ്രപഞ്ചത്തിലുള്ള ആർക്കും സാധിക്കില്ല. ശ്രമിക്കാം, പക്ഷെ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അത്രയും ഘോരമായ ഭാവമാണ് നിനക്കുള്ളത്. ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പില് നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്രഷ്ടാവെന്ന മാതാവെന്ന ഭാവമുണ്ട്, പാലക എന്ന ഭാവവുമുണ്ട്. അപ്പൊ ഇവിടെ കുലസ്വാമിനി എന്ന പദത്തിലും അതുപോലെ ആദിശക്തി സമുദ്ഭൂത എന്ന പദത്തിലുമൊക്കെ ആ സ്രഷ്ടാവും പാലകനും, അതുപോലെ വിശ്വവന്ധ്യ എന്ന പദത്തിലും പാലകത്വം കൽപ്പിക്കാം. എന്നാൽ അതെല്ലാം കഴിഞ്ഞത് സംഹരിക്കുന്ന ഒരു ഭാവമുണ്ട്. അത് ഈ പ്രപഞ്ചത്തിലുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഘോരമായി തോന്നും. അതുകൊണ്ട് മഹാഘോരയാണ് നീ. ഏറ്റവും ഭയാനകമായ രൂപമാണ്, ഭാവമാണ് നിന്റേത്. അതുകൊണ്ട് മഹാഘോര. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സൃഷ്ടികർത്രിയാണ്, സ്ഥിതികർത്രിയാണ്, അതുപോലെ സംഹാരിണിയുമാണ് നീ. ഇനി മഹാ അഘോര എന്നും ഈ പദത്തെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അഘോര എന്ന് പറഞ്ഞാൽ ഘോരയല്ലാത്തവർ, മഹാശാന്തയാണ് നീ. കാരണം നീ അമ്മയാണ്. നിന്റെ ഈ പ്രവൃത്തി കാണുന്ന സമയത്ത്, കാരണം നീ സംഹരിക്കുന്നവളാണെന്ന് ഈ മഹാഘോര ശബ്ദത്തിലുണ്ട്. അപ്പൊ സംഹരിക്കുന്നവളാണെന്ന് കാണുമ്പോൾ ആൾക്കാർ നിന്നെ ഭയക്കും. നീ ഘോരസ്വരൂപിണിയാണെന്ന് വിചാരിക്കും. എന്നാൽ ആ സമയത്തും നീ അഘോരയാണ്, ശാന്തയാണ്. നീ അമ്മയാണ്. നിനക്ക് എല്ലാവരോടും വാത്സല്യവും സ്നേഹവും മാത്രമേ ഉള്ളൂ. നിനക്ക് ആരോടും ദേഷ്യമില്ല, ദ്വേഷമില്ല, ക്രോധമില്ല. ക്രോധം ഞങ്ങൾ കാണുന്നതാണ്. അത് വാസ്തവത്തിൽ ധർമ്മമാണ്. കാരണം സൃഷ്ടിച്ചത് ഇല്ലാതെ ആക്കപ്പെടണം എന്ന ധർമ്മമാണ് അവിടെ പ്രകടമാകുന്നത്. അത് നമുക്ക് ക്രോധമായി തോന്നുകയാണ്. വാസ്തവത്തിൽ നീ സദാ ശാന്തയാണ്. നിന്നെ ഭജിക്കുന്നവർക്കും ആ ശാന്തിയെ നീ നൽകുന്നവളാണ്. അതുകൊണ്ട് മഹാഘോര. ത്രാഹിമാം ശരണാഗതം. അങ്ങനെയുള്ള നിന്നെ, ശരണാഗതി നേടിയിട്ടുള്ള എന്നെ ത്രാഹി, രക്ഷിച്ചാലും. നീ വിശ്വത്തിൻ്റെ ആദികാരണമാണ്. അതിനെ നിലനിർത്തുന്നവളാണ്, അതിനെ ഇല്ലാതെയാക്കുന്നവളാണ്. സദാശാന്തയാണ്, വിശ്വത്താൽ വന്ധ്യയാണ്. അങ്ങനെയെല്ലാമുള്ള നിന്നിൽ ഞാൻ ശരണാഗതി നേടിയിരിക്കുന്നു. അങ്ങനെ ശരണാഗതനായിരിക്കുന്ന എന്നെ നീ രക്ഷിക്കണം. കാരണം എനിക്ക് മറ്റൊരാശ്രയമില്ല. നീ മാത്രമാണ് എൻ്റെ ആശ്രയം. ഇതെനിക്ക് ഉള്ളിൽ ഉറച്ച കാര്യമാണ്. അപ്പോൾ നിന്നെ മാത്രം ആശ്രയമായി കാണുന്ന എനിക്ക് നീ തന്നെയാണ് സംരക്ഷക. അതുകൊണ്ട് എനിക്ക് എന്നെ ത്രാഹി, എന്നെ രക്ഷിച്ചാലും എന്നിവിടെ 3-ാമത്തെ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നു. ആദിശക്തി സമുദ്ഭൂത ത്വയാ ഹി കുലസ്വാമിനി വിശ്വവന്ധ്യ മഹാഘോര ത്രാഹിമാം ശരണാഗതം. അടുത്തത് 4-ാമത്തെ ശ്ലോകമാണ്. ത്രൈലോക്യ ഹൃദയം ശോഭേ ദേവി ത്വം പരമേശ്വരി ഭക്താനുഗ്രഹകാരിണി കുലദേവി നമോസ്തുതേ.
ത്രൈലോക്യ ഹൃദയം ശോഭേ. ത്രൈലോക്യ ശബ്ദം കൊണ്ട് 3 ലോകത്തെയും സൂചിപ്പിച്ചു. ഹൃദയം എന്നാൽ കേന്ദ്രം. 3 ലോകത്തിൻ്റെയും ഹൃദയമായി ശോഭിക്കുന്നവൾ നീയാണ്. ഈ 3 ലോകങ്ങളും ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ലോകം, നമുക്ക് താഴെയുള്ള ലോകം, നമുക്ക് മുകളിലുള്ള ലോകം, ഇതാണ് 3 ലോകങ്ങൾ. ഈ 3 ലോകങ്ങളും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 3 ലോകത്തിൻ്റെയും മൂലകാരണം എന്താണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ കേന്ദ്രത്തിലേക്ക് നമ്മൾ ചെല്ലണം. ആ കേന്ദ്രത്തിലേക്ക് നമ്മൾ ചെന്നാൽ അവിടെ ശോഭിച്ചിരിക്കുന്ന ഒരു ചൈതന്യം നമുക്ക് കാണാൻ സാധിക്കും. ആ ചൈതന്യം അമ്മ തന്നെയാകുന്നു. അതുകൊണ്ട് ത്രൈലോക്യ ഹൃദയം ശോഭേ. ഇനി ത്രൈലോക്യ ശബ്ദം കൊണ്ട് 3 ലോകത്തിലുള്ളവരെയും സൂചിപ്പിച്ചാൽ 3 ലോകത്തിലുള്ളവരുടെയും ഹൃദയത്തിൽ ശോഭിക്കുന്നവളാണ് നീ. അവർ അവരുടെ ഉള്ളിൽ അന്വേഷിച്ച് ചെന്നാൽ ഞാൻ എന്ന് സ്ഫുരിക്കുന്ന ഈ ചൈതന്യം, ഈ ബോധം എവിടെ നിന്ന് വരുന്നുവെന്ന് ഒരു അന്വേഷണം അവർ നടത്തിയാൽ അവരവരുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് ചെല്ലും. അങ്ങനെ അവർ ചെല്ലുന്ന സമയത്ത് അവരവിടെ അനുഭവിക്കുന്ന ചൈതന്യം നീ തന്നെയാണ്. അതുകൊണ്ട് ത്രൈലോക്യ ഹൃദയം ശോഭേ. ഇനി ഈ 3 ലോക ശബ്ദം കൊണ്ട് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന ഒരു വ്യക്തിയുടെ 3 അവസ്ഥയും പറയപ്പെട്ടു. അപ്പോൾ പുറത്ത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്നത് ജാഗ്രത്, അകത്ത് മനസ്സിൽ അറിയുന്നത് സ്വപ്നം, മനസ്സിൻ്റെ രാഹിത്യത്തെ, ആ കാരണഭാവത്തെ അറിയുന്നത് സുഷുപ്തി. അവിടെ ഞാനൊന്നും അറിയുന്നില്ല എന്ന അറിവാണുള്ളത്. ഇങ്ങനെ 3 ലോകങ്ങളുണ്ട്. ഈ 3 ലോകങ്ങളുടെയും ഹൃദയത്തിൽ, അതായത് ഇതിനതീതമായി നിൽക്കുന്ന ശോഭ നീയാണ്. ശുദ്ധമായ ബോധം, തുരീയം എന്ന് ഉപനിഷത്ത് പറയുന്ന, മാണ്ഡൂക്യ ഉപനിഷത്തൊക്കെ തുരീയം എന്ന് വിശേഷിപ്പിക്കുന്ന, ഓംകാരത്തെ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ, ഉ, മ എന്ന 3 പദങ്ങളും അത് കഴിഞ്ഞൊരു നിശബ്ദതയും, നമുക്ക് അവാച്യമായ നിശബ്ദത, പറയാൻ പറ്റില്ല. ആ നിശബ്ദതയെ 4ാമത്തേത് എന്ന് പറയും. അതാണ് തുരീയം എന്ന വാക്കിനർത്ഥം. ആ 4ാമത്തേത് എന്ന് പറയുന്നത് നീയാണ്. നീ അകാരവും ഉകാരവും മകാരവുമാണ്. ഓംകാര സ്വരൂപമായ പ്രപഞ്ചമാണ് നീ. പക്ഷെ അതിനതീതമായ ചൈതന്യവും നീയാണ്. അതിസൂക്ഷ്മമായ അനിർവചനീയമായ ആ തത്വം നീയാണ്. അതുകൊണ്ട് ത്രൈലോക്യ ഹൃദയം ശോഭേ. ദേവി ശോഭിക്കുന്നവളാണ്, അതുകൊണ്ട് ദേവിയാണ്. ആഗ്രഹിച്ചതെല്ലാം നൽകുന്നവളാണ്, അതുകൊണ്ട് ദേവിയാണ്. ലോകത്തെ മുഴുവൻ ഒരു ക്രീഡയായി കണ്ട് ക്രീഡിക്കുന്നവളാണ്, ലളിതമായ ഭാവത്തിൽ ക്രീഡിക്കുന്നവളാണ്, അതുകൊണ്ട് ദേവിയാണ്. അങ്ങനെയുള്ള നീ പരമേശ്വരിയാണ്, പരമമായ ഈശ്വരിയാണ്. ഈ ലോകത്തിൽ ഓരോ ഭാവത്തിലും നമുക്ക് ഈശ്വര ചൈതന്യം കാണാൻ സാധിക്കും, ഓരോന്നിനെയും നിയന്ത്രിക്കുന്നതായിട്ട്. അതിനെയെല്ലാം നമ്മൾ ശക്തികളായിട്ട് വിളിക്കുന്നു, ഈശ്വരികളായിട്ട് വിളിക്കുന്നു. ആ ഈശ്വരികൾക്കൊക്കെ പരമമായിരിക്കുന്ന ഒരു ഈശ്വരിയുണ്ട്, മൂലകാരണമായിരിക്കുന്ന ഈശ്വരി, അതാണ് പരമേശ്വരി. അത് നീ തന്നെയാണ്. അപ്പോൾ എൻ്റെ കുലത്തിലും ഒരു ഈശ്വരനോ ഈശ്വരിയോ ഉണ്ട്, പൂർവികർ ആരാധിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതാരാ എന്താ എന്നൊന്നും എനിക്കറിയില്ല. അതും ആ ഈശ്വരൻ്റെയോ ഈശ്വരിയുടെയോ പരമമായിരിക്കുന്ന കാരണം നീ തന്നെയാണ്. അതുകൊണ്ട് നിന്നിൽ നിന്നാണ് അതെല്ലാം ഉദ്ഭവിച്ചതെന്ന് മനസ്സിലാക്കി നിന്നെ ഞാൻ നമസ്കരിക്കുന്നു. അതുകൊണ്ട് പരമേശ്വരി. അപ്പോൾ നമ്മുടെ ആ കുലദേവതയ്ക്ക് നമസ്കാരം എന്ന അർത്ഥവും അവിടെ സിദ്ധിച്ചു. ഭക്ത അനുഗ്രഹകാരിണി, ഭക്തർക്ക് അനുഗ്രഹത്തെ ചെയ്യുന്നവൾ. അമ്മയ്ക്ക് ഭക്തരോടുള്ള വാത്സല്യം അവർണ്ണനീയമാണ്. ഭക്തരെ രക്ഷിക്കാൻ വേണ്ടി എന്തെന്ത് ലീലകളാണ് അമ്മ ആടിയിട്ടുള്ളത്. പുരാണങ്ങൾ വായിച്ചവർക്കൊക്കെ ഇതറിയാം. അപ്പോൾ ഭക്തരെ അനുഗ്രഹിക്കുക എന്നുള്ളത് അമ്മയുടെ ഒരു വ്രതമാണ്. ആ വ്രതമെടുത്തിരിക്കുന്നവളാണ് അമ്മ. അപ്പോൾ ഭക്തരൊന്ന് സമീപിച്ചാൽ മതി, ഭക്തിയെ കൊടുത്താൽ മതി, ആ ഭക്തി ലഭിച്ചാൽ തന്നെ അമ്മ അനുഗ്രഹിക്കും. അനുഗ്രഹത്തെ അർത്ഥിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമ്മൾ പലതും ചോദിച്ചു വാങ്ങണം എന്ന ധാരണയോടുകൂടി ജീവിക്കുന്നവരാണ്. എന്നാൽ അതിൽ നമുക്ക് പറ്റുന്നൊരു കുഴപ്പം, നമുക്ക് ത്രികാലജ്ഞാനമില്ല. ത്രികാലജ്ഞാനമില്ലാത്തത് കൊണ്ട് നമ്മൾ ചോദിക്കുന്നതിലൂടെ നമുക്ക് ഭാവിയിൽ എന്തുണ്ടാവുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഗുണമുണ്ടാവാം, ദോഷവും ഉണ്ടാവാം. എന്നാൽ അമ്മയ്ക്ക് കൃത്യമായി അറിയാം എന്താണ് നമ്മുടെ ഭാവി. അപ്പൊ നമ്മൾ അമ്മയിലേക്ക് ഭക്തിയെ സമർപ്പിച്ചാൽ, നമ്മുടെ സ്നേഹത്തെ നമ്മൾ സമർപ്പിച്ചാൽ, ഇത്തരം സ്തോത്രങ്ങളിലൂടെ, നാമങ്ങളിലൂടെ, മന്ത്രങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ നമ്മൾ ഭക്തിയോടുകൂടി സമർപ്പിച്ചാൽ, ആ സമർപ്പണത്തിലൂടെ അമ്മ നമുക്ക് ആവശ്യമായത് നൽകും. അതാണ് അമ്മയുടെ അനുഗ്രഹം. നമ്മൾ ചോദിക്കാതെ നമുക്ക് ലഭിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള അനുഗ്രഹം. ആ അനുഗ്രഹം ഭക്തർക്ക് സദാ നൽകിക്കൊണ്ടിരിക്കുന്നവളാണ്, ചോദിക്കാതെ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നവളാണ് നീ. അതുകൊണ്ട് ഭക്താനുഗ്രഹകാരിണി എന്ന് വിളിച്ചിരിക്കുന്നു. കുലദേവി, കുലത്തിൻ്റെ ദേവിയാണ് നീ.
കുലത്തിൻ്റെ സംരക്ഷകയായി കുലത്തിലുള്ളവർ ആദികാലം തൊട്ടേ ആരാധിച്ചു വന്നിട്ടുള്ളത് നിന്നെ തന്നെയാണ്. ഏത് ഭാവത്തിൽ ഞാൻ എൻ്റെ കുലത്തിലുള്ളവർ ആരാധിച്ചിട്ടുണ്ടെങ്കിലും ആ ഭാവത്തിൽ ശോഭിച്ചത് നീ തന്നെയാണെന്നുള്ള ധ്വനി ഇവിടെയുണ്ട്. അപ്പം അതുകൊണ്ട് നിനക്ക് നമസ്കാരം എന്ന് പറയുമ്പോൾ ആ ഭാവത്തിനു കൂടി നമസ്കാരം. ഇനി ദേവി എന്ന ശബ്ദത്തിന് ദാനം കൊടുക്കുന്നവൾ എന്ന അർത്ഥമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുലത്തിന് അതിനാവശ്യമുള്ളതെല്ലാം ദാനം കൊടുക്കുന്നവൾ, കുലത്തെ തന്നെ ദാനമായി കൊടുത്തവൾ. നമുക്ക് ഈ കുലം ലഭിക്കാനുള്ള കാരണം അമ്മയുടെ അനുഗ്രഹമാണ്. നമ്മൾ ഇവിടെ വന്ന് ജനിച്ചത് കൊണ്ടാണ് ഇത് നമ്മുടെ കുലമായി ഭവിച്ചത്. അപ്പം അങ്ങനെ ജനിക്കാനുള്ള കാരണം അമ്മ തന്നെയാണ്, അമ്മ ചെയ്തിട്ടുള്ള അനുഗ്രഹമാണ്. കാരണം ഇവിടെ നിന്നും നമുക്ക് പലതും കിട്ടിയിട്ടുണ്ട്, നമ്മളത് അറിയുന്നുണ്ടാവില്ല. വലിയ വലിയ ഗുണങ്ങൾ നമുക്ക് ഈ കുലത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവും. അതറിയാതെ നമ്മൾ ജീവിക്കുമ്പോൾ അത് ഭാവിയിൽ അറിഞ്ഞെന്ന് വരാം. അറിയുമ്പോഴായിരിക്കുമോ ഇത്രയും മഹിമയുണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയാം. എന്നാൽ ആ മഹിമ നേരത്തെ കൂട്ടി മനസ്സിലാക്കിയ അമ്മ നമുക്ക് ആ കുലത്തെ ദാനം ചെയ്യുകയാണ്, അവിടെ ഒരു ജന്മം നമുക്ക് നൽകുകയാണ്. ഭാവിയിൽ ആ അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമെങ്കിലും അമ്മ നേരത്തെ കണ്ടു മനസ്സിലാക്കി ഭക്തരോടുള്ള അനുഗ്രഹമായിട്ട് അത് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുലത്തെ നൽകി, അതുപോലെ കുലത്തിന് നമ്മളെയും നൽകി. അതുകൊണ്ടും കുലദേവിയാണ്. കാരണം ഓരോ കുലത്തിൻ്റെയും അഭിവൃദ്ധി ചെയ്യുന്നത് അമ്മയാണ്. അപ്പോൾ അവിടെ അടുത്ത പരമ്പരയെ ഉണ്ടാക്കുന്നത് അമ്മയാണ്. അപ്പോൾ നമ്മളെ ജനിപ്പിക്കുന്നതിലൂടെ ആ കുലത്തെ നിലനിർത്തുകയാണ്. അപ്പോൾ ആ കുലത്തിനൊരു ദാനമായി നമ്മളെ നൽകിയവളായതുകൊണ്ടും കുലദേവിയാണ്. അതിൻ്റെ മഹിമയെ അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ, അതിനെ തുടർന്ന് കൊണ്ടുപോകാനായിട്ട് നമ്മെ കുലത്തിനായി ദാനം കൊടുത്തവൾ. അപ്പോൾ നമുക്ക് അത്രയും ശ്രേഷ്ഠത ഉണ്ടാവണമെന്ന പ്രാർത്ഥനയും അവിടെ സൂചിപ്പിക്കുന്നു. കാരണം കുലത്തിന് അമ്മ ദാനം കൊടുത്തതാണ് ഞാനെങ്കിൽ ഞാൻ അത്രയും ശ്രേഷ്ഠനായിരിക്കണം. കാരണം അമ്മയുടെ ദാനം അത്രയും വലുതാണ്. അമ്മ സർവേശ്വരിയാണ്. അപ്പൊ അമ്മ ദാനം കൊടുത്ത എന്നിൽ ആ ശ്രേഷ്ഠത ഉണ്ടാവണം. അതില്ലെങ്കിൽ അതിന്റെ കുറവ് അമ്മയ്ക്കാണ്. അപ്പൊ ആ ശ്രേഷ്ഠത എനിക്ക് പ്രദാനം ചെയ്താലും എന്നെ ശ്രേഷ്ഠനാക്കിയാലും എന്ന പ്രാർത്ഥന ഇവിടെയുണ്ട്. അതുപോലെ എൻ്റെ കുലത്തെയും ശ്രേഷ്ഠമാക്കിയാലും എന്ന പ്രാർത്ഥനയുണ്ട്. നമോസ്തുതേ. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം ഭവിക്കട്ടെ. ഇതാണ് 4ാമത്തെ ശ്ലോകം. ത്രൈലോക്യ ഹൃദയം ശോഭേ ദേവി ത്വം പരമേശ്വരി ഭക്താനുഗ്രഹകാരിണി കുലദേവി നമോസ്തുതേ. അടുത്തത് 5ാമത്തെ ശ്ലോകമാണ്. മഹാദേവ പ്രിയങ്കരി ബാലാനാം ഹിതകാരിണി കുലവൃദ്ധികരി മാതാ ത്രാഹിമാം ശരണാഗതം. മഹാദേവ പ്രിയങ്കരി. മഹാദേവന് പ്രിയത്തെ ചെയ്യുന്നവളാണ് നീ. മഹാദേവൻ എന്ന് പറഞ്ഞാൽ ശിവൻ. അപ്പൊ ശിവന് പ്രിയത്തെ ചെയ്യുന്നവളാണ്. ശിവൻ ശക്തി എന്ന 2 ഭാവം കൽപ്പിക്കുകയാണെങ്കിൽ ശിവൻ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത പൊരുൾ, പരബ്രഹ്മം എന്ന് വിളിക്കാം. എന്നാൽ ആ വസ്തു ഉള്ളത് കൊണ്ട് നമുക്കിവിടെ പലതും കാണാൻ പറ്റുന്നുണ്ട്. ഒരു ചലനം നമുക്കറിയാൻ പറ്റുന്നുണ്ട്. ആ ചലനമാണ് ജഗത്ത് മുഴുവൻ. അതായിരിക്കുന്നത് ശക്തിയാണ്. അപ്പൊ ശിവൻ ഉണ്ടെന്നും ശിവന് ശക്തിയുണ്ടെന്നും നമ്മൾ പറയും. അങ്ങനെ ശിവനെ നമ്മൾ പതിയായും ശക്തിയെ പത്നിയായും നമ്മൾ കൽപ്പിക്കും. എന്നാൽ ഇത് രണ്ടാണോ? അല്ല. ശിവൻ എന്ന് പറയുന്നത് തന്നെയാണ് ശക്തി, പരബ്രഹ്മം തന്നെയാണ് ശക്തി. അപ്പോൾ ശിവന് പ്രിയം ചെയ്യുന്നവൾ എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി നിലനിൽക്കുന്നത് ശിവന് പ്രിയമുള്ളത് കൊണ്ടാണ്. അപ്പൊ സൃഷ്ടിയെ നിലനിർത്തുന്നവളാണ് നീ. അങ്ങനെ ഒരു അർത്ഥം വന്നു. ഈ സൃഷ്ടിയെ ലയിപ്പിച്ച് ശിവൻ മാത്രമായി അവശേഷിക്കുന്നതാണ് ശിവൻ ഏറ്റവും പ്രിയമായിട്ടുള്ളത്. അപ്പൊ സൃഷ്ടിയെ സംഹരിക്കുന്നവളും നീയാണ്. അതുകൊണ്ട് 2 അർത്ഥത്തിലും മഹാദേവ പ്രിയങ്കരി എന്നർത്ഥം വന്നു. ഇനി മഹാദേവ ശബ്ദത്തിന് ഏറ്റവും വലിയ ദേവൻ എന്നർത്ഥം വന്നു. ഏറ്റവും വലിയ ദേവൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി ശോഭിക്കുന്നവൻ അഥവാ ഏറ്റവും വലിയ ദാതാവ് എന്ന 2 അർത്ഥം എടുക്കാം. ഏറ്റവും നന്നായി ശോഭിക്കുന്നവൻ, ഏറ്റവും നന്നായി തിളങ്ങുന്നവൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം തന്നെയാണ്. ഒരു വ്യക്തിയുടെ തലത്തിൽ നോക്കുമ്പോൾ, കാരണം മഹാദേവന്റെ തലത്തിൽ അദ്ദേഹം പരബ്രഹ്മമാണ്, വ്യക്തിയുടെ തലത്തിൽ നോക്കുമ്പോൾ ആത്മാവാണ്. അപ്പോൾ ആത്മാവിനെ പ്രിയത്തെ ചെയ്യുന്നവൾ. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും എന്താണോ പ്രിയം ആ പ്രിയത്തെ ചെയ്യുന്നവളാണ് അമ്മ. ഇനി ഏറ്റവും വലിയ ദാനം കൊടുക്കുന്നവൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ദാനം നൽകുന്നത് നമ്മൾ ഉപാസിക്കുന്ന മൂർത്തിയാണ്. അപ്പോൾ നമ്മൾ ഉപാസിക്കുന്ന മൂർത്തിയുടെ പ്രിയത്തെ ചെയ്യുന്നവൾ എന്നർത്ഥം വന്നു. അപ്പൊ മഹാദേവ ശബ്ദത്തിന് ആത്മാവ് എന്ന അർത്ഥവും വന്നു, ദേവൻ എന്ന, അതായത് ഉപാസനാമൂർത്തി എന്ന അർത്ഥവും വന്നു. അപ്പൊ നമ്മളൊരു ദേവനെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ, അപ്പൊ നമുക്ക് നമ്മുടേതായ ഇഷ്ടദേവൻ ഉണ്ടെങ്കിൽ, നമ്മൾ ഉപാസന നടത്തുന്നുണ്ടെങ്കിൽ ആ ഉപാസനയിൽ വിജയത്തെ വരുത്താൻ അമ്മയ്ക്ക് സാധിക്കും. കുലദേവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലാണ് ഇതൊക്കെ നേടാൻ പറ്റുക എന്ന് ആചാര്യന്മാർ പറയും. അപ്പൊ ആ ഒരു ഭാവം ഇവിടെ വ്യക്തമാക്കണം. അപ്പോൾ നമ്മളൊരു ദേവതയെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ ആ ഉപാസനയുടെ ഫലം നമുക്ക് നൽകുന്നതും അമ്മയാണ്.
അതുകൊണ്ട് മഹാദേവ പ്രിയങ്കരി. അതുപോലെ നമ്മുടെ ആത്മാവിന് ഏറ്റവും പ്രിയമായത് എന്താ? ആത്മജ്ഞാനം തന്നെയാണ്. അത് നൽകുന്നവളും നീയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും ക്ഷേമത്തെ നൽകുന്ന നമ്മുടെ ഭാവത്ത് നിന്ന് നോക്കിയാൽ, സാധകന്റെ ഭാവത്ത് നിന്ന് നോക്കിയാൽ, ആ സാധകന് ഏറ്റവും വലുത്, ഏറ്റവും നല്ലത് നൽകുന്നവൾ, പ്രിയത്തെ ചെയ്യുന്നവൾ. അതുകൊണ്ട് മഹാദേവ പ്രിയങ്കരി. സാധകൻ ആരെയാണോ ഉപാസിക്കുന്നത് ആ ദേവതയ്ക്ക് ഏറ്റവും പ്രിയമായത് എന്താ? സാധകന്റെ അഭിവൃദ്ധിയാണ്. അപ്പൊ ആ അഭിവൃദ്ധി ചെയ്യണമെങ്കിൽ അമ്മ ആഗ്രഹിക്കണം. കാരണം അമ്മയാണ് അത് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മഹാദേവ പ്രിയങ്കരി. ബാലാനാം ഹിതകാരിണി. ബാലന്മാരുടെ ഹിതത്തെ ചെയ്യുന്നവളാണ്. അമ്മയെ സമീപിക്കാനുള്ള ഏറ്റവും നല്ല വഴി മാതൃഭാവത്തിലാണെന്നുള്ള സൂചന നമുക്ക് ഈ ശ്ലോകത്തിൽ പല സ്ഥലത്തും ഈ സ്തോത്രത്തിൽ കാണാം. ബാലന്മാരുടെ ഹിതത്തെ ചെയ്യുന്നവളാണെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഹിതത്തെ ചെയ്യുന്നവളാണ്. ഇപ്പോൾ ഭദ്രകാളിയുടെ ഭാവം വർണ്ണിച്ചപ്പോൾ പറഞ്ഞു, ആ കുട്ടികളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം, ആ മാതൃത്വം. അപ്പൊ നമ്മൾ അമ്മയെ സമീപിക്കേണ്ടത് എപ്പോഴും അമ്മയുടെ മക്കളായിട്ടാണ്. കുല ദേവി ഭാവത്തിൽ സങ്കല്പിക്കുമ്പോൾ നമ്മൾ എപ്പോഴും മക്കളാണ്. അപ്പൊ മക്കളായ നമ്മുടെ ഹിതത്തെ ചെയ്യും. കാരണം കുട്ടികളുടെ ഹിതത്തെ ചെയ്യാൻ അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ്. അമ്മ എല്ലാവരെയും മക്കളായിട്ടാണ് കാണുന്നത്. എന്നാൽ പലരും അമ്മയെ അംഗീകരിക്കുന്നില്ല. ലോകത്തിലേക്ക് നോക്കി ഒന്നെങ്കിൽ അഹങ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റു പ്രലോഭനങ്ങളുടെയും പിന്നാലെ പോയി അവരമ്മയെ മറക്കുന്നു. അങ്ങനെ വിസ്മരിച്ച് ജീവിക്കുന്നവരാണ് പലരും. അപ്പൊ അവർക്ക് അനുഗ്രഹം കൊടുക്കണമെങ്കിൽ പോലും അവരത് സ്വീകരിക്കാതെ പോവുകയാണ്. എന്നാൽ നമ്മൾ അമ്മയുടെ മക്കളാണെന്നുള്ള പൂർണ്ണബോധത്തോടു കൂടി അമ്മയെ സമീപിച്ച് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ച് അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് എല്ലാ ഹിതത്തെയും ഉറപ്പായും അമ്മ ചെയ്യും. അതാണ് ബാലാനാം ഹിതകാരിണി. ഇവിടെ വീണ്ടും ഹിതം എന്ന ശബ്ദം വന്നു. നേരത്തെ പ്രിയം, അതായത് മഹാദേവ പ്രിയങ്കരി എന്ന് പറഞ്ഞു. അത് ഉപാസനയുടെ തലത്തിൽ എടുക്കുമ്പോൾ ഉപാസനാ ദേവതയുടെ പ്രിയം എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേമമാണ്. അപ്പൊ അത് ചെയ്യും. അതായത് മഹാദേവ പ്രിയങ്കരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷേമം ചെയ്യും. നമ്മുടെ തലത്തിൽ ബാലാനാം പ്രിയങ്കരി എന്ന് പറയുന്നതിന് പകരം ഹിതകാരിണി എന്ന് പറഞ്ഞത് നമ്മുടെ പ്രിയം പല രീതിയിലായിരിക്കും. അത് ചിലപ്പോൾ നമ്മൾ തെറ്റായ കാര്യങ്ങൾ ആഗ്രഹിച്ചു എന്ന് വരാം. പക്ഷെ അതൊക്കെ നോക്കി മനസ്സിലാക്കി ഇത് തെറ്റാണ്, ഇത് അവന് ഗുണം ചെയ്യില്ല എന്ന് പറഞ്ഞതിനെ മാറ്റി ഏറ്റവും നല്ലതിനെ മാത്രം നൽകുന്നവളാണ്. അപ്പൊ ആത്മതലത്തിൽ നമുക്ക് പ്രിയത്തെ ചെയ്യുന്നവളാണ്. കാരണം ആത്മാവിന്റെ പ്രിയം ആത്മജ്ഞാനം തന്നെയാണ്, മോക്ഷമാണ്. അപ്പൊ അവിടെ പ്രിയങ്കരി, മഹാദേവ പ്രിയങ്കരി, അതായത് ആത്മഭാവത്തിലും അതുപോലെ ഉപാസനാ ദേവതാഭാവത്തിലും അർത്ഥമെടുത്താൽ പ്രിയങ്കരി. എന്നാൽ ശരീര മനോബുദ്ധികളുടെ തലത്തിൽ ഹിതകാരിണിയാണ്. അതുകൊണ്ടാണ് ബാലാനാം ഹിതകാരിണി. കാരണം കുട്ടി എന്ന് പറയുന്നത് ഈ ദേഹമാണ്. ഈ ശരീര മനോബുദ്ധിയാകുന്ന കോംപ്ലക്സ് ആണ് അമ്മയിൽ നിന്നും ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന്റെ മാതാവാണ്, ഇത് ആ അമ്മയുടെ മകനാണ്, മകളാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് ഹിതത്തെ ചെയ്യും. ഇതിന് ഹിതമായത് എന്തോ അത് വ്യക്തമായി നോക്കി മനസ്സിലാക്കും, എന്നിട്ട് അത് ചെയ്തു കൊടുക്കും. അപ്പൊ മനസ്സ് പലത് കാക്ഷിച്ചാലും അതിൽ ഏറ്റവും നല്ലത് നൽകും. ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഉപാസന നടത്തുന്ന നമുക്ക് പലപ്പോഴും പലതും വേണമെന്ന് പറഞ്ഞ് കിട്ടാതിരിക്കും. അപ്പൊ ദുഃഖമുണ്ടാവും. എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഉപാസന ശരിയല്ല, ഉപാസിക്കപ്പെടുന്ന ദേവന് ശക്തിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉപേക്ഷിക്കരുത്. കാരണം ഹിതത്തെ ചെയ്യുന്നവളാണ് അമ്മ. അപ്പൊ ഹിതം എന്താണോ അത് മാത്രമേ ചെയ്യൂ. കാരണം നമ്മൾ മക്കളെ പോലെ ശരണാഗതി നേടിയാൽ, ഇപ്പൊ മാതാപിതാക്കൾ മക്കൾക്ക് ഹിതമല്ലേ ചെയ്യും. പല കാര്യങ്ങളും കുട്ടികൾക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിലും ചെയ്യിക്കും. ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിലും ചെയ്യണ്ട എന്ന് പറയും. ഇങ്ങനെ വിലക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത് അത് അവരുടെ ഹിതത്തിനു വേണ്ടിയാണെന്ന് മാതാപിതാക്കൾക്കറിയാം, കുട്ടികൾക്കറിയില്ല. അതേപോലെ നമ്മുടെ ഹിതത്തിനുള്ളതെന്തോ അത് ചെയ്താലും എന്ന പ്രാർത്ഥന അവിടെയുണ്ട്. അതാണ് ബാലാനാം ഹിതകാരിണി. കുലവൃദ്ധികരി. കുലത്തിന്റെ വൃദ്ധിയെ ചെയ്യുന്നവളാണ് നീ. ഈ കുലത്തിന്റെ വൃദ്ധിക്ക് ആവശ്യമായത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ബാലനാണ്, ഞാൻ കുട്ടിയാണ്. എനിക്കൊരു ആശ്രയം നീ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ വൃദ്ധിക്ക് ആവശ്യമായത് എന്തൊക്കെയാണെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ ഇതാ നിന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു. നീ നിന്റെ ഇഷ്ടത്തിന് ഈ കുലത്തിന്റെ വൃദ്ധിക്ക് വേണ്ടതെല്ലാം ചെയ്താലും നീ എന്തു ഇച്ഛിക്കുന്നുവോ അത് സംഭവിക്കും. അത് ഞാൻ നിന്റെ പ്രസാദമായി സ്വീകരിച്ചു കൊള്ളാം എന്ന ധ്വനി അവിടെ കുലവൃദ്ധികരി എന്ന പദത്തിലുണ്ട്. അപ്പൊ അത് ആത്മീയമായ വൃദ്ധിയും, അതായത് ജ്ഞാനസംബന്ധമായ വൃത്തി, ഗുണസംബന്ധമായ വൃദ്ധി അതൊക്കെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഭൗതികമായ വൃദ്ധിയും അതുപോലെ വംശപരമ്പര തുടരുന്നതിനെയും അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഉപാസനയായിട്ടും കുലം വരുമ്പോൾ, കുലത്തിൽ ഉപാസനയായിട്ട് വരുമ്പോൾ, ഇപ്പം അവിടെ അടുത്ത തലമുറയിൽ ആരും ഇല്ലെങ്കിൽ ഏറ്റവും യോഗ്യനായ ഒരുത്തിനെ കണ്ടുപിടിച്ച് ആ ഉപാസന കൊടുത്താലും അത് കുലത്തിന്റെ വൃദ്ധിയാണ്, ആ ഉപാസന തുടരും. അപ്പൊ അങ്ങനെ അർത്ഥത്തിലും കുലവൃദ്ധികരിയാണ് അമ്മ. മാതാ അമ്മയാണ്. ബാലാനാം ഹിതകാരിണി എന്ന് വിളിച്ചപ്പോൾ അമ്മ എന്ന് വീണ്ടും വിളിക്കുകയാണ്. അമ്മയാണ്. ത്രാഹിമാം ശരണാഗതം.
അങ്ങനെയുള്ള അമ്മയെ നിന്നെ ശരണം പ്രാപിച്ചിട്ടുള്ള എന്നെ രക്ഷിച്ചാലും എന്നിവിടെ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന രീതിയിൽ രക്ഷിക്കണം എന്ന് പോലും പറയുന്നില്ല, രക്ഷിച്ചാൽ മതി. നീ ഏത് രീതിയിൽ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ രക്ഷിച്ചാൽ മതി. കാരണം നിന്റെ രക്ഷയാണ് ഏറ്റവും വലിയ രക്ഷ. ഇതാണ് 5-ാമത്തെ ശ്ലോകം. മഹാദേവ പ്രിയങ്കരി ബാലാനാം ഹിതകാരിണി കുലവൃദ്ധികരി മാതാ ത്രാഹിമാം ശരണാഗതം. അടുത്തത് 6-ാമത്തെ ശ്ലോകമാണ്. ചിദഗ്നി മണ്ഡല സംഭൂത രാജ്യവൈഭവകാരിണി പ്രകടീതാം സുരേശാനി വന്ദേ ത്വാം കുലഗൗരവാം. ചിദഗ്നി മണ്ഡല സംഭൂത. ലളിതാ സഹസ്രനാമം വായിച്ചവർക്കൊക്കെ ഈ പ്രയോഗം പെട്ടെന്ന് മനസ്സിലാവും. ലളിതാ പരമേശ്വരി ആവിർഭവിക്കുന്നത് ചിദഗ്നി കുണ്ഡത്തിൽ നിന്നാണ്. നമ്മൾ സാധാരണ യജ്ഞം നടത്തുക അഗ്നികുണ്ഡത്തിലാണ്. എന്നാൽ ദേവന്മാര് യജ്ഞം നടത്തിയത് ചിത്തിനെ തന്നെ അഗ്നിയാക്കിയിട്ടാണ്. ചിത്ത് എന്ന് പറഞ്ഞാൽ ബോധം. അപ്പൊ ബോധത്തെ അഗ്നിയാക്കി അതിൽ യജ്ഞം നടത്തിയപ്പോൾ അതിൽ നിന്നും ആവിർഭവിച്ചവളാണ് ലളിതാ പരമേശ്വരി. അതുകൊണ്ട് ചിദഗ്നി കുണ്ഡ സംഭൂത എന്ന അമ്മയെ ഒരു നാമത്തിൽ വിളിക്കുന്നു, സഹസ്രനാമത്തിൽ. അതേ അർത്ഥമാണ് ഇവിടെ ചിദഗ്നി മണ്ഡല സംഭൂത. ചിദഗ്നിയുടെ മണ്ഡലത്തിൽ നിന്നും ഉദ്ഭവിച്ചവളാണ് നീ. ഇവിടെ സൂക്ഷ്മാർത്ഥം എന്താ? നമ്മൾ അമ്മയെ ഉപാസിക്കേണ്ടത് വാസ്തവത്തിൽ അകത്ത് തന്നെയാണ്. ഇപ്പൊ പുറമേയുള്ള ഉപാസനയൊക്കെ അകത്തേക്കുള്ള ഒരു വഴി മാത്രമാണ്, വഴികാട്ടി മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള ഉപാസന അകത്ത് തന്നെയാണ്. ലളിതാ സഹസ്രനാമത്തിൽ തന്നെ അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്ന് പറയുന്നുണ്ട്. 2 നാമങ്ങളുണ്ട്. അന്തർമുഖനായവനാൽ നല്ല രീതിയിൽ ആരാധിക്കപ്പെടുന്നവളാണ് നീ. അന്തർമുഖൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് നോക്കുന്നവൻ. ബഹിർമുഖ സുദുർലഭ എന്നാൽ പുറത്തേക്ക് നോക്കുന്നവന് നീ ദുർലഭയാണ്, സുദുർലഭയാണ്, വളരെ പ്രയാസമാണ് കിട്ടാൻ. കാരണം നീ അകത്താണ്. അപ്പൊ നമ്മൾ പുറത്ത് നടത്തുന്ന ഉപാസനകൾ പോലും ക്രമേണ അകത്തേക്ക് തിരിയാൻ വേണ്ടിയാണ്. അപ്പൊ പൂജകളുടെ ഒക്കെ തത്വം മനസ്സിലാക്കിയാൽ അവിടെ അകത്തുള്ളവനെയാണ് ഉപാസിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അകത്തേക്ക് നോക്കാനുള്ള സൂക്ഷ്മത വരാത്തത് കൊണ്ട് പുറത്തേക്ക് നോക്കിക്കൊണ്ട് ആ സൂക്ഷ്മതയെ സമ്പാദിക്കാൻ വേണ്ടിയാണ് ഋഷികൾ ഈ തന്ത്രമൊക്കെ നിർമ്മിക്കുന്നത്. അങ്ങനെ സൂക്ഷ്മത നേടി 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 നമ്മൾ അന്തർമുഖരാവണം. കാരണം നമ്മുടെ ഉള്ളിലുള്ള അഗ്നിയാണ് ചിദഗ്നി. നമ്മുടെ എല്ലാ വ്യക്തിത്വത്തിൻ്റെയും കേന്ദ്രത്തിലുള്ള ശുദ്ധമായ ബോധമാണ് ചിദഗ്നി. ആ ചിദഗ്നി മണ്ഡലത്തിലാണ് അമ്മ ആവിർഭവിക്കും. അപ്പൊ അമ്മയെ അറിയണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലണം, അവിടെ ഹോമിക്കണം. എന്തിനെ ഹോമിക്കണം? നമ്മളെ തന്നെ ഹോമിക്കണം. ദേവന്മാര് യാഗം നടത്തുമ്പോൾ അവരവരെ തന്നെയാണ് ഹോമിച്ചത്. ആ ഹോമത്തിൽ നിന്നാണ് അമ്മ ഉദ്ഭവിച്ചത്. അപ്പൊ ഞാൻ എന്ന് പറയുന്ന ഈ സങ്കുചിതമായ ബോധത്തെ ഞാൻ ആ ചിദഗ്നി കുണ്ഡത്തിൽ ഹോമിക്കുമ്പോൾ, എൻ്റെ ബോധത്തിൽ ഹോമിക്കുമ്പോൾ എനിക്ക് എൻ്റെ പൂർണ്ണത അനുഭവപ്പെടാൻ പറ്റും. ആ പൂർണ്ണതയാണ് ജഗദീശ്വരിയായ പരാശക്തി അമ്മ. ലളിതാ പരമേശ്വരി എന്ന് വിളിക്കുന്ന, ത്രിപുരസുന്ദരി എന്ന് വിളിക്കുന്ന, ഭുവനേശ്വരി എന്ന് വിളിക്കുന്ന, ഭദ്രകാളി എന്ന് വിളിക്കുന്ന, പല പേരിൽ വിളിക്കുന്ന ആ ശക്തി, അത് എൻ്റെ ഉള്ളിലുള്ള ആ പൂർണ്ണതയാണ്. ആ പൂർണ്ണത എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ അകത്തേക്ക് തിരിക്കണം. അപ്പൊ ഇവിടെ ചിദഗ്നി മണ്ഡല സംഭൂത എന്ന വിളിയിലൂടെ ആ ഭാഗ്യവും എനിക്ക് തന്നാലും എന്ന പ്രാർത്ഥനയുണ്ട്. കാരണം ഈ കുലത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ച് ഇതിൻ്റെ അഭിവൃദ്ധിക്കായി ഞാൻ നിൽക്കുന്ന സമയത്തും എൻ്റെ ഉള്ളിലുള്ള സൂക്ഷ്മത്വത്തെ നീ വർദ്ധിപ്പിക്കണം. അങ്ങനെ ആ സൂക്ഷ്മബുദ്ധി എനിക്കുണ്ടായാൽ അകത്തേക്ക് നോക്കാനുള്ള ശേഷി എനിക്ക് പറ്റും. ആ ശേഷി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അകത്തേക്ക് ചെന്ന് എൻ്റെ പൂർണ്ണതയെയും നേടാൻ പറ്റും. ഒരു കുലത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഒരുവൻ അവനവനെ അറിയുമ്പോഴാണ്. കാരണം ഈ പ്രയാണത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഭഗവത് സാക്ഷാത്കാരമാണ്, ആത്മസാക്ഷാത്കാരമാണ്. അത് സിദ്ധിച്ചാൽ ആ കുലം ധന്യമായി. അപ്പൊ ഏത് കുലത്തിലും ആത്മാവിനെ അറിഞ്ഞിട്ടുള്ള ജീവൻ മുക്തൻ ഉണ്ടായാൽ ആ കുലം മുഴുവൻ പവിത്രീകരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ കുലത്തിന് ഏറ്റവും വലിയ അഭിവൃദ്ധി നീ നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഏറ്റവും വലിയ അഭിവൃദ്ധി എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരം തന്നെയാണ്. അപ്പൊ അതെനിക്ക് സിദ്ധിക്കട്ടെ എന്ന പ്രാർത്ഥന ചിദഗ്നി മണ്ഡല സംഭൂത. ആ അന്തർമുഖത്വം നൽകിക്കൊണ്ട് ആ ആത്മാനുഭൂതിയെ എനിക്ക് പ്രദാനം ചെയ്താലും. രാജ്യവൈഭവകാരിണി. വൈഭവ ശബ്ദത്തിന് ഐശ്വര്യം, മാഹാത്മ്യം, ശക്തി എന്നെല്ലാമാണ് അർത്ഥം. അപ്പോൾ രാജ്യത്തിൻ്റെ ഐശ്വര്യത്തെ ചെയ്യുന്നവൻ. ഇവിടെ രാജ്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ആരും രാജാക്കന്മാരല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കുലത്തെ നമ്മുടെ രാജ്യമായിട്ട് കണ്ടാൽ
ആ കുലത്തിന് വേണ്ട ഐശ്വര്യത്തെ നൽകുന്നവളാണ് നീ. അതേപോലെ ആ കുലത്തിന് വേണ്ട മാഹാത്മ്യത്തെ നൽകുന്നവളാണ് നീ. ഒരു കുലത്തിന് മഹിമയുണ്ടാകുന്നത് എപ്പോഴാണ്? അവിടെയുള്ളവർക്ക് മഹിമയുണ്ടാകുമ്പോഴാണ്. അവരുടെ ചിന്തയിലും പ്രവൃത്തിയിലും മഹിമ ഉണ്ടാകുമ്പോൾ ആ കുലത്തിന് മാഹാത്മ്യം ഉണ്ടാവും. അപ്പോൾ രാജ്യവൈഭവകാരിണി എന്നതിലൂടെ കുലത്തിന് മാഹാത്മ്യത്തെ നൽകുന്നവളുമാണ്. വൈഭവ ശബ്ദത്തിന് ശക്തി എന്ന അർത്ഥം പറഞ്ഞു. അപ്പോൾ കുലത്തിന് ശക്തിയെ പ്രദാനം ചെയ്യുന്നവളുമാണ്. ഒരു കുലം നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന് ശക്തി ഉണ്ടാവണം. ആ ശക്തിയെ നൽകിക്കൊണ്ട് ആ കുലത്തിനെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എല്ലാവരും ആ കുലത്തെ ആദരിക്കും. ലോകത്തിൽ ആ കുലത്തിനൊരു മാഹാത്മ്യമുണ്ടാകും. ആ മാഹാത്മ്യത്തിലൂടെ ആ കുലത്തിന് എല്ലാ ഐശ്വര്യങ്ങളും സിദ്ധിക്കും. അപ്പൊ അതുകൊണ്ട് രാജ്യവൈഭവകാരിണി എന്നിവിടെ വിളിച്ചിരിക്കുന്നു. ഇനി രാജ്യശബ്ദത്തിന് ഈ വൈഭവത്തോട് ചേർത്ത് വായിക്കുമ്പോൾ രാജ്യമായിട്ടുള്ള വൈഭവം നമുക്ക് നൽകുന്നവൾ എന്നാണ്. അപ്പൊ അവിടെ രാജാവിനുള്ള വൈഭവം എന്ന അർത്ഥമെടുക്കാം. രാജാവിനുള്ള വൈഭവം എന്ന് പറയുമ്പോൾ അത്രയും ആ ചക്രവർത്തി ഭാവം നമുക്ക് പ്രദാനം ചെയ്യുന്നവളാണ്, അത്രയും ഐശ്വര്യം നമുക്ക് നൽകുന്നവളാണ് എന്നർത്ഥവുമുണ്ട്. അപ്പൊ കുലത്തിന് ഭൗതികമായ അഭിവൃദ്ധിയെ നൽകുന്നവളാണ് എന്നർത്ഥവും വന്നു. ഇനി നമ്മൾ താമസിക്കുന്നത് ഒരിടത്തിലാണ്. ആ ഇടത്തെ നമ്മുടെ രാജ്യമായിട്ട് കണക്കാക്കാം. അതിപ്പോൾ നമ്മുടെ നാടോ സ്റ്റേറ്റോ അല്ലെങ്കിൽ നേഷനോ അങ്ങനെയെല്ലാം തലത്തിൽ നമ്മൾ ആ നാട്ടിൽ താമസിക്കുന്ന ആ രാജ്യത്തിൽ താമസിക്കുന്നവരാണ്. ആ രാജ്യത്തിന് മൊത്തത്തിൽ അഭിവൃദ്ധി ഉണ്ടെങ്കിലേ നമുക്കും അഭിവൃദ്ധി ഉണ്ടായിട്ട് കാര്യമുണ്ട്. ലോകം മുഴുവൻ ഇപ്പോൾ യുദ്ധമൊക്കെ നടന്ന ആകൊരു അവസ്ഥയിലാണെങ്കിൽ നമ്മൾ അഭിവൃദ്ധി ഉണ്ടായിട്ടും കാര്യമില്ല. നമുക്ക് അവിടെ ശരിക്കും സുഖമായി ജീവിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള രാജ്യത്തിനും അഭിവൃദ്ധി ഉണ്ടാവണമെന്നുള്ളത് കൊണ്ടും രാജ്യവൈഭവകാരിണി. അപ്പൊ വ്യക്തിപരമായി എനിക്കും എൻ്റെ കുലത്തിനും അതുപോലെ ഈ കുലം വസിക്കുന്ന രാജ്യത്തിനും അഭിവൃദ്ധി ഉണ്ടാക്കി തരുന്നവളാണ്, മാഹാത്മ്യം ഉണ്ടാക്കി തരുന്നവളാണ്, അതുപോലെ ശക്തിയെ പ്രദാനം ചെയ്യുന്നവളാണ് എന്നുള്ളത് കൊണ്ട് രാജ്യവൈഭവകാരിണി. പ്രകടീതാം കുലഗൗരവാം, കുലത്തിന്റെ ഗൗരവമായിട്ട് പ്രകടമായവളാണ് നീ. ഗൗരവ ശബ്ദം ഗുരു എന്ന പദത്തിൽ നിന്നാണ് വരുന്നത്. ഗുരു എന്നാൽ വലുത്. അപ്പൊ ഗുരുത്വം എന്ന് ഗൗരവ ശബ്ദത്തിന് അർത്ഥം വരും, വലുപ്പം, മാഹാത്മ്യം. അപ്പൊ കുലത്തിന് മാഹാത്മ്യമായിട്ട് പ്രകടമാകുന്നവളാണ് നീ. അപ്പൊ കുലത്തിന് മാഹാത്മ്യം ഉണ്ടായാൽ ആ മാഹാത്മ്യം നീ തന്നെയാണെന്ന് പറഞ്ഞ് നിന്നെ ഉപാസിക്കണം, അതൊരർത്ഥം. ഇനി ഗൗരവ ശബ്ദത്തിന് ഉത്കർഷം, ഉയർച്ച എന്നർത്ഥമുണ്ട്. അപ്പൊ കുലത്തിന്റെ ഉയർച്ച നീയാണ്. മാഹാത്മ്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഉയർച്ചയുണ്ടാവും. ആന്തരികവും അതുപോലെ ഭൗതികവുമായ ഉയർച്ചയുണ്ടാവും. അതെല്ലാം നീ തന്നെയാണ്. അതുകൊണ്ട് കുലത്തിനുണ്ടാകുന്ന ഗൗരവം നീയാണെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ ഉപാസിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കുലത്തിന് ഗൗരവം ഉണ്ടാകും എന്ന് ഞാൻ അറിയുന്നു. ഇനി ഗുരുത്വം എന്ന് സാമാന്യ അർത്ഥത്തിൽ എടുത്താൽ, ഇപ്പൊ വലുപ്പം എന്നാണ് ഗുരുത്വത്തിനർത്ഥം. അതല്ലാതെ ഗുരുവിനുള്ളത് എന്ന അർത്ഥത്തിൽ ഗുരുത്വത്തെ വ്യാഖ്യാനിച്ചാൽ കുലത്തിന് നീ ഗുരുവായി ഭവിക്കും. എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യരുതെന്ന് വ്യക്തമായി ഉപദേശിച്ചു കൊടുക്കുന്ന, അജ്ഞാനത്തിന്റെ അന്ധകാരത്തിൽ നിന്നും ജ്ഞാനത്തിന്റെ പ്രകാശത്തിലേക്ക് നയിക്കുന്നവനാണ് ഗുരു. അപ്പൊ ഈ കുലത്തിന് നീ തന്നെയാണ് ഗുരു. ആ ഗുരുവായിട്ടാണ് നീ പ്രകടമാകുന്നത്. ഇപ്പൊ കുലത്തിന് ഒരു ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരു രൂപത്തിലുള്ളത് നീയാണ് എന്നൊരർത്ഥമായി. ഈ കുലത്തിന് എപ്പോഴെല്ലാം ഗുരുത്വം ആവശ്യമാണോ അപ്പോഴെല്ലാം ഗുരുവായി ആവിർഭവിച്ചുകൊണ്ട് ഇതിന് വഴികാട്ടിയായി നിന്നതും നീയാണ്. അതുകൊണ്ട് പ്രകടീതാം കുലഗൗരവാം എന്ന് അർത്ഥം വന്നു. ഇനി ഈ കുലത്തിലുള്ളവർക്ക് ഗുരുത്വം നൽകുന്നവളാണ് നീ, അങ്ങനെ പ്രകടമാകുന്നവളാണ് നീ എന്നർത്ഥവും വന്നു. അപ്പോൾ കുലത്തിന് അവിടെയുള്ളവർക്ക് നല്ല മഹിമയുണ്ടായി, നല്ല അറിവുണ്ടായി, അവർക്ക് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ തക്കമുള്ള ഒരു നിലയുണ്ടായാൽ അവർക്ക് ഗുരുത്വം കിട്ടി. ആ ഗുരുത്വം അവർക്ക് നൽകുന്നത് നീയാണ്. ആ ഗുരുത്വമായി പ്രകടമാകുന്നത് നീയാണ്. അപ്പൊ അവർ മറ്റുള്ളവർക്ക് ഗുരുവായി ഭവിക്കും. ആ കുലം തന്നെ ഗുരുത്വം സമ്പാദിക്കും. അതും നിന്റെ കൃപ കൊണ്ടാണ്. അതുകൊണ്ട് പ്രകടീതാം കുലഗൗരവാം എന്നിവിടെ വിളിച്ചിരിക്കുന്നു. അതുപോലെ ഗൗരവ ശബ്ദത്തിന് ബഹുമാനം എന്ന അർത്ഥവുമുണ്ട്. അപ്പൊ ലോകത്തിലുള്ളവരെല്ലാം എൻ്റെ കുലത്തെ ബഹുമാനിക്കത്തക്ക രീതിയിലുള്ള ഉയർച്ച, ഉത്കർഷ, മാഹാത്മ്യം ഈ കുലത്തിനുണ്ടാക്കി തന്നാലും എന്ന പ്രാർത്ഥനയുമുണ്ട്. അപ്പൊ ലോകത്തിൽ നമ്മൾ അംഗീകരിക്കപ്പെടും, നമുക്കൊരു സ്ഥാനമുണ്ടാവും, ഒരു മാനമുണ്ടാവും. നല്ല ജീവിതത്തിന് ഇത് ആവശ്യമാണ്. അതുകൊണ്ട് ഇത് ചോദിക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ അമ്മയിൽ നിന്നും നമ്മൾ അർത്ഥിക്കുകയാണ്, നമുക്ക് നല്ലൊരു സ്ഥാനം, നല്ലൊരു മാനം ഈ ലോകത്തിൽ ഉണ്ടാവട്ടെ, നല്ല ബഹുമാനം നമുക്ക് ലോകത്തിൽ നിന്നും ലഭിക്കട്ടെ, കുലത്തിന് നല്ല ഗൗരവം ഉണ്ടാവട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. സുരേഷാനി, ഈശാനി എന്നാൽ ഭരിക്കുന്നവൾ, സുരന്മാരെ ഭരിക്കുന്നവൾ സുരേഷാനി. സുരശബ്ദത്തിന് നല്ലതിൽ രമിക്കുന്നവർ എന്നർത്ഥമുണ്ട്.
അപ്പൊ നല്ലതിൽ രമിക്കുന്നവരെ ഭരിക്കുന്നവളാണ് നീ. നമ്മളെല്ലാവരും നിന്നെ ഉപാസിക്കുകയാണ്, ഈ കുലത്തിലുള്ളവരെല്ലാം നിന്നെ ഉപാസിക്കുകയാണ്. നീ നല്ലതിൽ രമിക്കുന്നവർക്ക് ഈശ്വരിയാണ്. അപ്പൊ നീ ഞങ്ങൾ നിന്നെ ഞങ്ങളുടെ ഈശ്വരിയാക്കുമ്പോൾ ഞങ്ങൾ നല്ലതിൽ രമിക്കുന്നവരായി ഭവിക്കും എന്ന ധ്വനി അവിടെയുണ്ട്. അപ്പൊ നല്ലതിൽ രമിക്കാനുള്ള ഭാവം ഞങ്ങൾക്ക് നൽകിയാലും ആ ഭാവശുദ്ധി ഞങ്ങൾക്ക് പ്രദാനം ചെയ്താലും എന്ന പ്രാർത്ഥന സുരേഷാനി എന്ന വിളിയിലുണ്ട്. ഇനി ഞങ്ങൾക്ക് ഈ ജീവിതത്തിൽ കിട്ടുന്ന ക്ഷേമങ്ങളൊക്കെ ദേവതമാരുടെ ദാനമാണ്. പല ദേവതമാരും, ഇപ്പൊ ഞങ്ങളുടെ കുലദേവതയായിരുന്ന ആ ശക്തി ഞങ്ങൾക്ക് പലതും നൽകിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ അറിയില്ല അതാരാണെന്ന്. ആ ദേവതയുടെയും ഈശാനി നീയാണ്. അപ്പോൾ ആ ദേവതയിലൂടെ ഞങ്ങൾക്ക് ഇതൊക്കെ നൽകിയത് നീയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിന്നെ ഉപാസിക്കുന്നു. അപ്പൊ നിനക്കുള്ള ഉപാസന ആ ദേവതയ്ക്കുള്ള ഉപാസന കൂടിയാണ്. അതുപോലെ കുലദേവതയല്ലാതെ ലോകത്തിലുള്ള മറ്റ് ദേവതകളായിരിക്കുന്ന സുരന്മാർക്കും നീ ഈശാനിയാണ്. ഇന്ദ്രൻ, വരുണൻ, അഗ്നി, യമൻ തുടങ്ങിയിട്ടുള്ള എല്ലാ ദേവന്മാർക്കും നീ ഈശാനിയാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെയെല്ലാം പ്രവൃത്തി, അവരിലൂടെയെല്ലാം ആ ഫലങ്ങളെ ഞങ്ങൾക്ക് നൽകുന്നവളും നീയാണ്. ഇപ്പൊ നല്ല മഴ ലഭിക്കുക, നല്ല വെയിൽ ലഭിക്കുക, ഇതൊക്കെ നമുക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ദാനങ്ങളാണ്. അതൊക്കെ നൽകുന്നവർ സുരന്മാരാണ്. അവർക്കും ഈശയായിരിക്കുന്നത് നീയാണ്. അതുകൊണ്ട് സുരേഷാനി, അങ്ങനെയുള്ള ത്വാം വന്ദേ, നിന്നെ ഞാൻ വന്ദിക്കുന്നു. ഇതാണ് 6ാമത്തെ ശ്ലോകം. ചിദഗ്നി മണ്ഡല സംഭൂത രാജ്യവൈഭവകാരിണി പ്രകടീതാം സുരേഷാനി വന്ദേ ത്വാം കുലഗൗരവാം. അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. ത്വദീയേ കുലജാത ത്വാമേവ ശരണം ഗത ത്വത്വത്സലോഹം ആദ്യേ ത്വം രക്ഷ രക്ഷാധുനാ. ത്വദീയേ കുലേ ജാതഃ, നിന്റെ കുലത്തിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. നീ എൻ്റെ കുലദേവിയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിന്റെ കുലമാണ്. ഞാൻ ഈ പ്രപഞ്ചത്തിലാണ് ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നീ എൻ്റെ കുലദേവിയാണ്. എൻ്റെ ഈ കുലത്തിൽ ആരാധിക്കപ്പെട്ട ദേവത നിന്റെ തന്നെ അംശമാണ്, നീ തന്നെയാണ്. അതുകൊണ്ടും നീ എൻ്റെ കുലദേവി. അപ്പൊ നിന്റെ കുലത്തിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ത്വാം ഏവ ശരണം ഗത, നിന്നെ മാത്രം ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു. നിന്റെ കുലത്തിൽ ജനിച്ചു എന്നുള്ളത് മാത്രം പോരാലോ. നിന്റെ കുലത്തിൽ ജനിച്ചു, ഇത് നിന്റെ കുലമാണെന്നുള്ള ബോധം നീ എനിക്ക് പ്രദാനം ചെയ്തു. അതുകൊണ്ട് നിന്നോട് എനിക്ക് ഭക്തിയുണ്ടായി. ആ ഭക്തി അതിൻ്റെ പൂർണ്ണതയിലെത്തിയപ്പോൾ ഞാനിതാ നിന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ എൻ്റെ ഭാവത്തെ, ഭക്തന്റെ ഭാവത്തെ കാണിക്കുകയാണ്. നിന്റെ ഈ മഹനീയമായ കുലത്തിൽ ജനിക്കാൻ ഭാഗ്യം എനിക്കുണ്ടായി, നിന്നോട് ശരണാഗതിയും എനിക്കുണ്ടായി. അപ്പൊ ത്വദീയേ കുലേ ജാത ത്വമേവ ശരണം ഗത ത്വത്വത്സലോഹം, ഞാൻ നിന്റെ വത്സലനാണ്, നിന്റെ പുത്രനാണ്, നിന്റെ മകനാണ്. നിനക്ക് ഏറ്റവും സ്നേഹമുള്ളത് എന്നോടാണെന്ന് എനിക്കറിയാം. അതല്ലാതെ എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവില്ല. നിന്നെ ഉപാസിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നത് നിനക്ക് പ്രിയമുള്ളവർക്ക് മാത്രമാണ്. അപ്പോൾ നിനക്ക് എന്നോട് പ്രിയമുള്ളത് കൊണ്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ട് നിന്റെ വത്സലനാണ് ഞാൻ. നിന്റെ കുലത്തിൽ ജനിച്ചവനാണ്, നിന്റെ മകനാണ്, നിന്നിൽ ശരണാഗതി അടഞ്ഞവനാണ്. അങ്ങനെയുള്ള എന്നെ ആദ്യേ, ഏറ്റവും ആദ്യത്തിൽ ഉള്ളവളെ സംബോധനയാണ്, വിളിക്കുകയാണ്. ത്വം രക്ഷ രക്ഷ അധുന, അധുന എന്നാൽ ഇപ്പോൾ, ഇപ്പോൾ തന്നെ നീ എനിക്ക് രക്ഷയെ പ്രദാനം ചെയ്താലും. 2 തവണ രക്ഷ രക്ഷ എന്ന് പറയാണ്. രക്ഷ നൽകിയാലും രക്ഷ നൽകിയാലും രക്ഷിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇവിടെ ആദ്യ എന്നുള്ളത് സംബോധനയായി എടുക്കുമ്പോൾ ഏറ്റവും ആദ്യത്തിൽ ഉണ്ടായത് നീയാണ്. എല്ലാ ആദിശക്തിക്ക് പോലും മൂലകാരണം നീയാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന നീ എന്നെ രക്ഷിക്കൂ. കാരണം എന്താ? ഇപ്പോൾ തന്നെ എന്നെ രക്ഷിക്കൂ. ഞാൻ നിന്റെ കുലത്തിൽ ജനിച്ചു, നിന്റെ വത്സലനാണ്, നിന്നിൽ ശരണത്തെ നേടിയവനാണ്. അതുകൊണ്ട് നീ എന്നെ വീണ്ടും വീണ്ടും രക്ഷിക്കൂ. ഇപ്പോൾ തന്നെ എനിക്ക് എല്ലാ രക്ഷയും പ്രദാനം ചെയ്താലും. ഇനി ആദ്യ ശബ്ദത്തിന് ആദ്യത്തിൽ രക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ മറ്റൊരു രക്ഷയും എനിക്ക് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ രക്ഷ എനിക്ക് ലഭിക്കണം. എനിക്ക് ഏറ്റവും ആദ്യം നിന്റെ രക്ഷ തന്നെയാണ് കിട്ടേണ്ടത്. കാരണം നിന്റെ രക്ഷ എനിക്ക് ലഭിച്ചാൽ മറ്റെല്ലാ രക്ഷകളും സ്വാഭാവികമാണ്. നിന്റെ അനുഗ്രഹം എനിക്കുണ്ടെങ്കിൽ മറ്റൊരു അനുഗ്രഹത്തിന്റെ ആവശ്യം എനിക്കില്ല. അതുകൊണ്ട് ഏറ്റവും ആദ്യത്തിൽ തന്നെ എന്നെ രക്ഷിച്ചാലും, ഇപ്പോൾ തന്നെ എന്നെ രക്ഷിച്ചാലും എന്നർത്ഥം ഇവിടെ വന്നു. അപ്പോ ത്വദീയേ കുലേ ജാത ത്വാമേവ ശരണം ഗത ത്വത്വത്സലോഹം ആദ്യേ ത്വം രക്ഷ രക്ഷാധുന. ഇതാണ് 7ാമത്തെ ശ്ലോകം. ഏത് തരത്തിലുള്ള രക്ഷയാണെന്ന് പോലും ഇവിടെ എടുത്തു പറയുന്നില്ല. എല്ലാ പ്രകാരത്തിലുള്ള രക്ഷയും നൽകണം. കാരണം എങ്ങനെയൊക്കെയുള്ള രക്ഷ ആവശ്യമുണ്ടാവും എന്നൊന്നും ഗണിക്കാനുള്ള കഴിവ് എനിക്കില്ല. ഞാനൊരു കുട്ടിയാണ്, നിന്റെ കുട്ടിയാണ്.
അപ്പോൾ ആ കുട്ടിയോട് അമ്മയ്ക്കുള്ള ഭാവം നീ എന്നിൽ പ്രകടിപ്പിക്കണം. അപ്പൊ എന്ത് രക്ഷ ആവശ്യമാണ് അത് നോക്കിക്കണ്ട് അപ്പോൾ തന്നെ. അതുകൊണ്ടാണ് അധുന എന്ന് പറഞ്ഞത്. അത് ആദ്യം തന്നെ ചെയ്യണം. മറ്റാരെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് കാത്തു നിൽക്കരുത്. നീ തന്നെ നേരിട്ട് ചെയ്യണം. കാരണം നീ മാത്രമേ രക്ഷയുള്ളൂ. അങ്ങനെ നിന്നിൽ ശരണം നേടിയിരിക്കുന്നവന് നിന്റെ മകനാണ് ഞാൻ, നിന്റെ കുലത്തിൽ ജനിച്ചവനാണ് ഞാൻ. അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. പുത്രം ദേഹി ധനം ദേഹി സാമ്രാജ്യം പ്രദേഹി മേ സർവദസ്മാകം കുലേ ഭൂയാത് മംഗലാനുശാസനം. സർവദാസ്മാകം കുലേ ഭൂയാത് മംഗലാനുശാസനം. പുത്രം ദേഹി, പുത്രനെ നൽകിയാലും. പുത്രനില്ലാത്ത ദുഃഖമാണ് പും എന്ന നരകം. അപ്പൊ പും എന്ന നരകത്തിൽ നിന്നും ഒരുവനെ ത്രാണനം ചെയ്യിക്കുന്നവൻ പുത്രൻ. അപ്പൊ പുത്രനില്ലാത്ത നരകം എന്ന് പറഞ്ഞാൽ പുത്രനില്ലാത്ത ദുഃഖമാണ്. പുത്രനില്ലാത്ത ദുഃഖത്തിൽ നിന്നും എപ്പോഴാണ് രക്ഷയുണ്ടാവുക? പുത്രൻ ഉണ്ടാവുമ്പോഴാണ്. അപ്പൊ പുത്രൻ എന്ന വാക്കിന് ആ ഒരു അർത്ഥം വരുന്നുണ്ട്. പുത്ര ദുഃഖത്തിൽ നിന്നും എന്നെ രക്ഷിച്ചാലും എന്ന അർത്ഥം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ പുത്രം ദേഹി എന്ന് പറഞ്ഞാൽ മകനെ നൽകിയാലും എന്ന അർത്ഥവുമുണ്ട്. അതല്ലെങ്കിൽ മകൻ വേണം, ഇനിയും ഈ വംശത്തെ ഇങ്ങനെ നിലനിർത്തണം എന്നൊക്കെയുള്ള ആ ഒരു സങ്കല്പത്തിൽ നിന്നും എന്നെ രക്ഷിച്ചാലും, അങ്ങനെയുള്ള മോഹങ്ങളിൽ നിന്നും ഒക്കെ മാറ്റി ഇവിടെയുള്ളതെല്ലാം നീ തന്നെയാണെന്നുള്ള ഉയർന്ന ബോധം. കാരണം ആത്മസാക്ഷാത്കാരത്തെ ഇതിനു മുമ്പ് ചോദിച്ചതാണ്. അപ്പൊ പരമമായ ലക്ഷ്യം, ഒരു കുലത്തിന്റെ പ്രയാണത്തിന്റെ പരമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണെന്നുള്ളത് കൊണ്ട് ആ ഭാവത്തിൽ ഉപാസിക്കുന്ന സാധകൻ പുത്രം ദേഹി എന്ന ശബ്ദത്തിൽ നിന്നും അതിൽ നിന്നുമൊക്കെയുള്ള ഈ പുത്രൻ വേണം, അതില്ലാലോ എന്നുള്ള ദുഃഖത്തിൽ നിന്നൊക്കെ എന്നെ മോചിപ്പിച്ച് എനിക്ക് ഉയർച്ചയെ നൽകിയാലും ആത്മബോധത്തെ നൽകിയാലും മുക്തിയെ നൽകിയാലും എന്നർത്ഥം. അതല്ലെങ്കിൽ സാമാന്യമായി ഒരു ഗൃഹസ്ഥാശ്രമി പ്രാർത്ഥിക്കുമ്പോൾ അയാൾ പുത്രനെ ചോദിക്കുകയാണ്. അവിടെ പുത്രൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടി എന്നർത്ഥം മാത്രം എടുക്കരുത്, മക്കൾ എന്നർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പൊ പുത്രം ദേഹി ധനം ദേഹി, ധനത്തെ എനിക്ക് നൽകിയാലും. ഇവിടെ ഭൗതികമായി നോക്കിയാൽ എനിക്ക് എല്ലാ ധനത്തെയും നൽകിയാലും, നല്ലൊരു ജീവിതം ജീവിക്കാനുള്ള ധനത്തെ നൽകിയാലും. ആത്മീയമായി നോക്കിയാൽ ആത്മസാക്ഷാത്കാരമാണ് പുത്രം എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നതെങ്കിൽ ആ ആത്മസാക്ഷാത്കാരത്തിന് ആവശ്യമായ ഐശ്വര്യം എന്തൊക്കെയാണോ അതാണ് ധനം. ഭൗതികമായ പല ധനവും അതിനാവശ്യമാണ്. സാധനയൊക്കെ ചെയ്യണമെങ്കിൽ ഈ ലോകത്തിൽ നിലനിന്നാലേ പറ്റൂ. അപ്പൊ ആ നിലനിൽപ്പിന് ആവശ്യമുള്ളതെല്ലാം ധനമായിട്ട് വരും. അതുപോലെ ആന്തരികമായി ഒരുപാട് കാര്യങ്ങൾ സമ്പാദിച്ചാലേ സാധന നന്നായി ചെയ്യാൻ പറ്റൂ, അതും ധനമാണ്. അപ്പൊ അതുകൊണ്ട് പുത്രം ദേഹി ധനം ദേഹി സാമ്രാജ്യം പ്രദേഹിമേ. സാമ്രാജ്യം എന്ന ശബ്ദത്തിന് ചക്രവർത്തിയുടെ രാജ്യം എന്നാണ് അർത്ഥം. ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ആരാ? ലോകാധിപതിയാണ്. സാധാരണ ഒരു ഭാഗത്തെ ഭരിക്കുന്നവനാണ് രാജാവ്. അങ്ങനെയുള്ള എല്ലാ രാജാക്കന്മാരെയും ഭരിക്കുന്നവനാണ് ചക്രവർത്തി. അവൻ എല്ലാ ലോകത്തിനും ഏകശാസകനാണ്. അങ്ങനെയുള്ള ചക്രവർത്തിയുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ, അതാണ് സാമ്രാജ്യം. അപ്പൊ ആ സാമ്രാജ്യത്തെ എനിക്ക് നൽകിയാലും, ഈ ലോകത്തെ എനിക്ക് നൽകിയാലും, ഇവിടെ മുഴുവൻ എനിക്ക് സ്വാധീനത്തെ ഉണ്ടാക്കി തന്നാലും, ചക്രവർത്തിയുടെ ഭാവം എനിക്ക് നൽകിയാലും, അപ്പൊ കുലത്തിന് അത്രയും അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് സാമാന്യമായ പ്രാർത്ഥന. ആത്മീയമായ തലത്തിൽ നോക്കിയാൽ അവിടെ സാമ്രാജ്യം എന്ന പദം കൊണ്ട് നിന്റെ സാമ്രാജ്യം എന്ന അർത്ഥമെടുക്കണം. നിന്റെ സാമ്രാജ്യം എന്താണ്? ആ എല്ലാത്തിനും ഉള്ളിലുള്ള ആ ഹൃദയഭാവം, ശുദ്ധമായ ബോധം, അതാണ് നിന്റെ സാമ്രാജ്യം. ഈ ദ്വൈതത്തിനെയൊക്കെ തരണം ചെയ്ത്, മായയൊക്കെ തരണം ചെയ്ത് ഏകമേവാദ്വിതീയം എന്ന തലത്തിലാണ് നിന്റെ സാമ്രാജ്യം. ആ മോക്ഷഗതി എനിക്ക് നൽകിയാലും എന്ന് ആത്മീയമായ അർത്ഥം. അപ്പൊ ഇങ്ങനെ രണ്ട് പ്രകാരത്തിലും പുത്രം ദേഹി ധനം ദേഹി സാമ്രാജ്യം പ്രദേഹിമേ സർവദാ അസ്മാകം കുലേ ഭൂയാത് മംഗലാനുശാസനം. ഇവിടെ തവ എന്ന ഒരു പദം നമ്മൾ ചേർത്ത് വായിക്കണം. കാരണം നിന്റെ എന്നാണ് ആ വാക്കിനർത്ഥം. അസ്മാകം കുലേ, എൻ്റെ കുലത്തിൽ, സർവദാ എല്ലാ കാലത്തും, മംഗലാനുശാസനം ഭൂയാത്, ആരുടെ? തവ മംഗളാനുശാസനം ഭൂയാത്, നിന്റെ മംഗളാനുശാസനം ഭവിക്കട്ടെ. അനുശാസനം എന്ന വാക്കിന് ഭരണം എന്ന അർത്ഥമുണ്ട്. അപ്പൊ നിന്റെ മംഗളപ്രദമായ ഭരണം എൻ്റെ കുലത്തിൽ എല്ലാ കാലത്തും ഉണ്ടാവട്ടെ. നിന്റെ ഭരണമുണ്ടെങ്കിൽ ഈ കുലത്തിന് എല്ലാ നന്മയും ഉണ്ടാവും. അപ്പൊ നീ ഈ കുലത്തിന്റെ രാജ്ഞിയായി എന്നും ശോഭിക്കട്ടെ. നീ അല്ലാതെ മറ്റൊരു രാജ്ഞി ഈ കുലത്തിനില്ല. അതുകൊണ്ട് നിന്റെ മംഗലാനുശാസനം ഇവിടെ ഉണ്ടാവട്ടെ. അനുശാസന ശബ്ദത്തിന് ഉപദേശം എന്നർത്ഥമുണ്ട്. അപ്പൊ നിന്റെ മംഗളപ്രദമായ ഉപദേശം ഈ കുലത്തിൽ എപ്പോഴും ഭവിച്ചുകൊണ്ടിരിക്കട്ടെ. എപ്പോഴെല്ലാമാണ് ഉപദേശം ആവശ്യമായിട്ടുള്ളത് അപ്പോഴെല്ലാം ആ ഉപദേശത്തെ, മംഗളപ്രദമായ ഉപദേശത്തെ പ്രദാനം ചെയ്തുകൊണ്ട്, ആ ജ്ഞാനത്തെ നൽകിക്കൊണ്ട് ഈ കുലത്തെ നീ പാലിച്ചാലും.
ഇനി അനുശാസനം എന്ന ശബ്ദത്തിന് ആജ്ഞ എന്നർത്ഥമുണ്ട്. അപ്പൊ ഈ കുലത്തിന് മംഗളമായതെന്തോ അത് ആജ്ഞാപിച്ചുകൊണ്ട് ആ ആജ്ഞയെ പ്രദാനം ചെയ്തുകൊണ്ട് സദാ ഇരുന്നാലും. കാരണം രാജ്ഞി ഭാവം കൽപ്പിച്ചു, ഭരിക്കുന്നവളാണ്. അപ്പൊ എന്താണോ ചെയ്യേണ്ടത് നീ അത് ആജ്ഞാപിച്ചാൽ മതി, ഞാനത് അനുസരിക്കാം. നിന്റെ ആജ്ഞയുണ്ടെങ്കിൽ എനിക്ക് ചെയ്യുന്നതിൽ പൂർണ്ണ വിശ്വാസമാണ്. കാരണം നിനക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. നിമിത്തമാത്രം ഭവസവ്യസാച്ചിൻ എന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്ന അതേ തത്വം. ഞാനാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി എൻ്റെ ഇച്ഛയ്ക്കൊരു നിമിത്തമായി നീ നിൽക്കൂ. അങ്ങനെ നിൽക്കാൻ നിനക്ക് സാധിച്ചാൽ എല്ലാ ക്ഷേമവും നിനക്കുണ്ടാവും. അപ്പൊ ഇവിടെ അമ്മയുടെ ആജ്ഞയാണ് ഞാൻ അനുവർത്തിക്കുന്നത് എന്ന ഭാവത്തിൽ ജീവിക്കാൻ എനിക്ക് സാധിക്കട്ടെ, എൻ്റെ കുലത്തിന് സാധിക്കട്ടെ. അങ്ങനെ സാധിച്ചാൽ എല്ലാ അഭിവൃദ്ധിയും എനിക്കും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് ഈ 8ാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. അതാണ് പുത്രം ദേഹി ധനം ദേഹി സാമ്രാജ്യം പ്രദേഹിമേ സർവദാസ്മാകം കുലേ ഭൂയാത് മംഗലാനുശാസനം. അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. കുലാഷ്ടകമിദം പുണ്യം നിത്യം യഃ സുകൃതി പഠേത് തസ്യ വൃദ്ധി കുലേ ജാതഃ പ്രസന്ന കുലേശ്വരി. കുലാഷ്ടകം ഇദം, ഈ കുലാഷ്ടകത്തെ ഇപ്പൊ ഇതുവരെ നമ്മൾ 8 ശ്ലോകങ്ങൾ പഠിച്ചു. അതാണ് കുലാഷ്ടകം, കുലദേവി സ്തോത്രം. ഇത് പുണ്യമാണ്, പുണ്യപ്രദമാണ്. ഇത് ചൊല്ലുന്നത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യം. പുണ്യം ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് എന്താ? ഈ സ്തോത്രം ചൊല്ലിയാൽ മതി. അതിലൂടെ അവർക്ക് എല്ലാ പുണ്യവും കിട്ടും. അങ്ങനെ പുണ്യമായിട്ടുള്ള ഈ കുലാഷ്ടകത്തെ യഹ് സുകൃതി, സുകൃതി എന്നാൽ പുണ്യവാൻ, ഇത് പുണ്യപ്രദമാണ്, ഇത് പുണ്യമാണ്, ഇത് സമ്പാദിക്കണമെങ്കിൽ തന്നെ പുണ്യമുണ്ടാവണം. അപ്പോൾ പുണ്യമുള്ള ഒരു സുകൃതിക്ക് മാത്രമേ ഇത് ചൊല്ലാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ചൊല്ലുന്നവൻ എന്തായാലും സുകൃതിയാണ്. അങ്ങനെയുള്ള സുകൃതി യഹ് നിത്യം പഠേത്, ആരാണോ നിത്യം പഠിക്കുന്നത് ഈ സ്തോത്രത്തെ, തസ്യ കുലേ വൃദ്ധി ജാത, അവന്റെ കുലത്തിൽ വൃദ്ധി ഉണ്ടാകും, സമൃദ്ധി ഉണ്ടാകും, എല്ലാ ഐശ്വര്യങ്ങളും നാൾക്കുനാൾ വർദ്ധിക്കും. കുലേശ്വരി പ്രസന്ന, കുലേശ്വരി പ്രസന്നയായി ഭവിക്കും. കുലത്തിന്റെ ഈശ്വരിയെയാണ് നമ്മളിവിടെ സ്തുതിക്കുന്നത്. ആ കുലേശ്വരി നമ്മുടെ ഈ സ്തോത്രത്തിന്റെ പഠനത്തിലൂടെ പ്രസന്നയാകും. അമ്മ പ്രസന്നയായാൽ നമുക്ക് എല്ലാ അഭിവൃദ്ധിയും ഉണ്ടാവും. അപ്പൊ അഭിവൃദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞതിനുള്ള കാരണമാണ് പ്രസന്ന കുലേശ്വരി എന്ന് പറയുന്നത്. കാരണം ഇതിലൂടെ അമ്മയുടെ പ്രസാദം നമുക്ക് നേടാൻ സാധിക്കും. നമ്മുടെ കുലത്തിന്റെ എല്ലാം ഈശ്വരിയായിരിക്കുന്ന ആ കരുണാമയിയുടെ പ്രസാദം നമുക്ക് സിദ്ധിച്ചാൽ നമ്മുടെ കുലത്തിൽ നാൾക്കുനാൾ അഭിവൃദ്ധി ഉണ്ടാകും. അത് ഉറപ്പാണ്. അതാണ് ഈ സ്തോത്രത്തിന്റെ ഫലശ്രുതി എന്നിവിടെ 9ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് ചൊല്ലാൻ അവസരം ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും സുഹൃതികളാണെന്നും നമുക്കിവിടെ അനുമാനിക്കാം. അപ്പോൾ ആ ഒരു അനുഗ്രഹം കൂടി ഇത് എഴുതിയ ഋഷി നമുക്ക് നൽകുകയാണ്. കുലാഷ്ടകമിദം പുണ്യം നിത്യം യഃ സുകൃതി പഠേത് തസ്യ വൃദ്ധി കുലേ ജാതഃ പ്രസന്ന കുലേശ്വരി. 9ാമത്തെ ശ്ലോകമായി അവസാനത്തെ ശ്ലോകമാണ് 10ാമത്തെ ശ്ലോകം. കുലദേവി സ്തോത്രമിദം സുപുണ്യം ലളിതം തഥാ അർപ്പയാമി ഭവദ്ഭക്ത്യാ ത്രാഹിമാം ശിവഗേഹിനി. കുലദേവി സ്തോത്രം ഇതം, ഈ കുലദേവി സ്തോത്രം 8 ശ്ലോകങ്ങളുള്ള ഈ അഷ്ടകം സുപുണ്യമാണ്. നേരത്തെ പറഞ്ഞ അതേ അർത്ഥം. ഇത് പുണ്യപ്രദമാണ്, വളരെയധികം പുണ്യമുള്ളതാണ്. ഈ സ്തോത്രത്തെ ജപിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യം. അതുകൊണ്ട് സുപുണ്യമാണ്, ലളിതമാണ്, വളരെ ലളിതമാണ്. ഇതിലെ പദങ്ങളൊന്നും കടുകട്ടിയല്ല, സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരിക്കലൊന്ന് അർത്ഥം ഗ്രഹിച്ചാൽ വായിച്ചാൽ വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ പറ്റുന്ന അത്രയും ലളിതമായ പദങ്ങളാണ് ഇതിലുള്ളത്. സംസ്കൃതം അധികമൊന്നും അറിയാത്തവർക്ക് പോലും ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സുപുണ്യം, ലളിതം, പിന്നെ ചൊല്ലാൻ വളരെ എളുപ്പമാണ്. 8 ശ്ലോകമല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടും ലളിതമാണ്. തഥാ അർപ്പയാമി ഭവത് ഭക്ത്യ, ആ സ്തോത്രത്തെ ഞാൻ അമ്മയോടുള്ള ഭക്തി കൊണ്ട്, ആ ഭക്തി ഹേതുവായിട്ട് അർപ്പിക്കുന്നു. അപ്പൊ ഞാനിത് ചൊല്ലിയത് അമ്മയ്ക്കുള്ള സമർപ്പണമാണ്. കുലേശ്വരിയായ കുലദേവിയായ അമ്മയ്ക്കുള്ള എൻ്റെ സമർപ്പണമാണ്. സുപുണ്യവും ലളിതവുമായിട്ടുള്ള ഈ സ്തോത്രത്തിന്റെ സമർപ്പണം ഞാനിത് അമ്മയ്ക്ക് അർപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് അർപ്പിക്കുന്നത്? ഭവത് ഭക്ത്യ, അമ്മയിൽ എനിക്ക് അത്രയും ഭക്തിയുണ്ട്. ആ ഭക്തി കൊണ്ട് ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ കയ്യിൽ തരാൻ വേറെ ഒന്നുമില്ല. അപ്പൊ ഞാൻ എന്നെ തന്നെ ഇതാ സമർപ്പിക്കുന്നു. എൻ്റെ മനസ്സിനെ ഞാൻ ഈ സ്തോത്ര രൂപേണ അമ്മയിലേക്ക് സമർപ്പിക്കുന്നു. അതുകൊണ്ട് ത്രാഹിമാം, എന്നെ രക്ഷിച്ചാലും, ശിവഗേഹിനി, ശിവന്റെ വീട്ടിൽ വസിക്കുന്നവർ, ശിവന്റെ കുടുംബിനിയാണ്, ശിവപത്നിയാണ് അമ്മ. ശിവപത്നി എന്നാൽ പാർവതി എന്ന അർത്ഥമെടുക്കാം. പാർവതിയാണ് അമ്മ, ശിവന്റെ ഭാര്യയായിരിക്കുന്നവളാണ്.
ശിവശബ്ദത്തിന് മംഗളം എന്നുള്ളത് കൊണ്ട് മംഗളത്തിന്റെ പത്നിയായിരിക്കുന്നവളാണ്. അപ്പോൾ മംഗളത്തിന്റെ കാര്യങ്ങൾ, കാരണം ഗേഹിനി എന്നാണ് പറഞ്ഞത്, അപ്പൊ വീട്ടിലെ കാര്യം നോക്കുന്നവൾ കുടുംബിനി എന്ന അർത്ഥം വന്നു. അപ്പൊ മംഗളത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അമ്മയാണ്, അതായത് മംഗളപ്രദായിനിയാണ്, അതുകൊണ്ടും ശിവഗേഹിനിയാണ്. ഇനി ശിവൻ എന്നത് നമ്മൾ ബ്രഹ്മ അർത്ഥത്തിലെടുത്താൽ ആ ശിവന്റെ ശക്തിയായിരിക്കുന്നവൾ, പ്രപഞ്ചം മുഴുവൻ ചലിപ്പിക്കുന്ന ശക്തിയായിരിക്കുന്നവൾ, അതുകൊണ്ടും ശിവഗേഹിനിയാണ്. അങ്ങനെയുള്ള അമ്മേ, ഇനി ശിവഗേഹിനി എന്ന ശബ്ദം നീ ശിവമായ ഗേഹത്തിൽ വസിക്കുന്നവളാണ് എന്നർത്ഥം വന്നു. മംഗളമായ ഗേഹത്തിൽ, നീ ഈ കുലത്തിന്റെ ഈശ്വരൻ, അപ്പൊ നീ വസിക്കുന്നത് ഈ കുലത്തിലാണ്. അപ്പൊ നീ വസിക്കുന്നത് കൊണ്ട് ഈ കുലത്തിന് എല്ലാ മംഗളങ്ങളും ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം മംഗളമുള്ളിടത്ത് മാത്രമേ നീ വസിക്കാറുള്ളൂ. അപ്പൊ ശിവഗേഹിനി എന്ന പദത്തിലൂടെ കുലത്തിന് മംഗളം ഉണ്ടാവണം എന്ന പ്രാർത്ഥനയും അവിടെ പ്രതിധ്വനിച്ചു. ഇതാണ് 10ാമത്തെ ശ്ലോകം. കുലദേവി സ്തോത്രമിതം സുപുണ്യം ലളിതം തഥാ അർപ്പയാമി ഭവദ്ഭക്ത്യാ ത്രാഹിമാം ശിവഗേഹിനി. ഇത് ശ്രീ കുലദേവ്യാർപ്പണമസ്തു. ഈ സ്തോത്രം കുലദേവിക്കുള്ള അർപ്പണമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുലദേവി സ്തോത്രം സമ്പൂർണ്ണമാകുന്നത്. അപ്പോൾ കുലദേവതാ സങ്കല്പത്തെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തവർ, അവരുടെ പാരമ്പര്യമായി അവർക്ക് കിട്ടിയ ഈ പൈതൃകത്തിന് ആ ശക്തിയോട് കൃതജ്ഞത രേഖപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം ജപിക്കാൻ പറ്റുന്ന ഒരു സ്തോത്രമാണിത്. ഇത് ചൊല്ലുന്ന സമയത്ത് മനസ്സിൽ ആ ഭാവം കൊണ്ടുവരിക. അങ്ങയുടെ സ്വരൂപം എന്താണെന്ന് എനിക്കറിയില്ല, ഭാവം എന്താണെന്ന് എനിക്കറിയില്ല, എൻ്റെ ദോഷം കൊണ്ട് അതെനിക്ക് കൈമോശം സംഭവിച്ചു. എന്നിരുന്നാലും ഈ കുലത്തിന് മുഴുവൻ, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ നാഥയായിരിക്കുന്ന അമ്മയുടെ ഭാവത്തിൽ ഞാനിതാ ആ ശക്തിയെ കാണുന്നു. ആ അമ്മയ്ക്ക് ഞാൻ നമസ്കാരം അർപ്പിക്കുന്നു. ആ അമ്മയ്ക്ക് അർപ്പിക്കുന്ന നമസ്കാരം പ്രപഞ്ചത്തിന് മുഴുവൻ ഉള്ളതാണ്. അപ്പോൾ ഏത് ഭാവത്തിൽ എൻ്റെ പൂർവികർ അർച്ചിച്ചുവോ ആ ഭാവത്തിലുള്ള നിനക്കും ഇതാ ആ നമസ്കാരം ഭവിക്കട്ടെ എന്ന ഭാവം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സ്തോത്രം ജപിക്കണം. അതിലൂടെ നമുക്ക് കുലദേവ പ്രസാദം തീർച്ചയായും ലഭിക്കും. അത് ഏത് ഭാവത്തിൽ ഉപാസിച്ചതാണെങ്കിലും, ദേവിയായിട്ടോ ശാസ്താവായിട്ടോ നാഗങ്ങളായിട്ടോ ഏത് ഭാവത്തിൽ ഉപാസിച്ചതാണെങ്കിലും അവരുടെ അനുഗ്രഹം നമുക്ക് സിദ്ധിക്കും. കാരണം നമ്മുടെ സ്നേഹവും കൃതജ്ഞതയുമാണ് ആ ശക്തി ആഗ്രഹിക്കുന്നത്. അത് രേഖപ്പെടുത്തിയാൽ തന്നെ അവരുടെ പ്രസാദം നമുക്കുണ്ടാവും, അതുറപ്പാണ്. അതിനുള്ള ഭാഗ്യം എല്ലാവർക്കും ഭഗവാൻ ഗുരുവായൂരപ്പൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുലദേവി വ്യാഖ്യാനത്തെ എൻ്റെ കുലത്തിൻ്റെ ഈശ്വരിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ. ഹരി ഓം.